ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ ജനാസയെ നിങ്ങൾ പരിപാലിക്കാൻ അവന്റെ കൂട്ടത്തിൽ കൂടണം, പിന്തുടരണം. മരിച്ചാൽ ചെയ്യേണ്ട ജോലി എന്താ? അറിഞ്ഞ മുസ്ലിമീങ്ങൾ ആരറിയുന്നോ എല്ലാവരുടെയും മയ്യിത്തിനെ പരിപാലിക്കുക എന്നുള്ളത് മുഴുവൻ മുസ്ലിമീങ്ങളുടെയും കടമയാണ്. തൊടുപുഴയിൽ ഒരാൾ മരിച്ചു, ഈ മരിച്ച ആളെ പരിപാലിക്കുക, കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നമസ്കരിക്കുക, മറ ചെയ്യുക, ഇത്രയും കാര്യം ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും കടമ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും കടമയാണ്, ബാധ്യതയാണ്. പക്ഷേ പരിസരത്തുള്ള ആരെങ്കിലും കുറച്ചുപേര് കൂടി അത് ചെയ്തു, എല്ലാവരും ഒഴിവായി, ആർക്കും കുറ്റമില്ല. അഥവാ ആരും ചെയ്തില്ല എങ്കിൽ അടുത്ത നാട്ടുകാർ ചെയ്യണം. തൊടുപുഴക്കാർ മരിച്ചു, കാരിക്കോടുകാരോ വെങ്ങല്ലൂർക്കാരോ ചെയ്തോളണം. അവരും ചെയ്യാൻ തയ്യാറില്ല എങ്കിൽ അതിനപ്പുറത്തുള്ള ആളുകൾ, അറ്റൻതോലോ മടക്കത്താനത്തോ ഉള്ള ആളുകൾ ചെയ്തോളണം. അവരും ചെയ്തില്ല എങ്കിൽ അതിനപ്പുറമുള്ളവർ രണ്ടു ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങേ അറ്റം വരെ പോകും. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചിട്ട് ആരും തൊടാതെ ആരും അതിനെടുക്കാതിരുന്നാൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അറിയുന്നവരെല്ലാം കുറ്റക്കാരാണ്. ആരെങ്കിലും ചെയ്താൽ എല്ലാവരും പാപത്തിൽ നിന്ന് ഒഴിവാകുന്നു. ഫർദ് കിഫായ, ഇതിന്റെ പേരാണ് ഫർദ് കിഫായ. ആരെങ്കിലും കുറച്ചു പേര് ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ഇങ്ങനത്തെ കാര്യമാണ് മരണത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ ഇന്ന് മരിച്ചാൽ കുളിപ്പിക്കണമെങ്കിൽ കൂലിക്കാളെ വിളിക്കണം, കഫൻ ചെയ്യണമെങ്കിൽ ആർക്കും അറിഞ്ഞുകൂടാ, അതിനും കൂലിക്കാൾ വേണം. കഫൻ തുണി എത്ര വേണമെന്നോ. ഇപ്പൊ പിന്നെ അള്ളാഹുവിന്റെ ചെറു ഗുണമുണ്ട്, മയ്യിത്ത് കിറ്റോ എന്ന് പറഞ്ഞ എല്ലാ കടയിലും കിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നേച്ചാൽ മതി. ആണെങ്കിൽ ആണ്, പെണ്ണെങ്കിൽ പെണ്ണ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എല്ലാ സാധനവും അതിനകത്ത് കാണും. ഉപയോഗിക്കാനുള്ളതും കാണും, ഉപയോഗിക്കാൻ ഇല്ലാത്തതും കാണും. കാരണം കച്ചവടക്കാർക്ക് കച്ചവടവും കിട്ടണമല്ലോ ഈ പറ്റില്ല. ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ, ആവശ്യത്തിനുള്ളതല്ല കൊടുക്കുന്നത്. ഏത് പേരും പറഞ്ഞ് ആ പേരിൽ കുറെ സാധനങ്ങൾ വിൽക്കും, ഒരാവശ്യമില്ലാത്തതുമായി. എന്തായാലും അങ്ങനെ കിട്ടുന്നത് കൊണ്ട് അതെങ്കിലും എളുപ്പമുണ്ട്. അല്ലെങ്കിൽ കഫൻ എത്ര തുണി വേണം, എങ്ങനെ വേണം, ഇത് ആർക്കും അറിഞ്ഞുകൂടാ. ഇനി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഈ തുണി മുറിക്കാൻ ആർക്കെങ്കിലും അറിയാവോ? അതിന് പള്ളിയിൽ നാൾ വരണം. പള്ളിയിൽ നാൾ വന്നാലും ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പാടില്ല. അതിനുവേണ്ടി സ്പെഷ്യൽ ആളുകളുണ്ട് മുറിക്കുന്നവർ, അവർ വന്നാലേ ഒക്കൂ. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് കഫൻ എടുക്കാനോ കഫൻ മുറിക്കാനോ ആളില്ല. ഇതൊക്കെ പൊതുവായ നിലയിൽ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട ബാധ്യതയാണ്, മുസ്ലിമീങ്ങളുടെ കടമയാണ്. പിന്നെ ഇന്ന് കഫൻ തുണി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം തുണി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നിനും കൊണ്ടുവരാ, വേറെ ഒരു ഉപയോഗത്തിനും അത് കൊണ്ടുവരാൻ ആരും ഉപയോഗിക്കില്ല. മുറിച്ചെങ്ങാനും കുറച്ച് ഒരു കഷ്ണം ബാക്കി വന്നോ നിവൃത്തിയുണ്ടെങ്കിൽ കഫന്റെ അകത്ത് തന്നെ അത് പൊഞ്ഞു വെച്ചേക്കും. കാരണം മയ്യത്തിന്റെ കഫന്റെ ഇത് വീട്ടിൽ വെച്ചിരുന്ന കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വന്നാലും ഇത് അന്വേഷിക്കുന്നവർക്ക് വീട്ടിൽ വെച്ചേക്കില്ല, പേടിയാണ്. ഇല്ലെങ്കിൽ വല്ല പള്ളിയിലോ എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തുവിടും, ഉപയോഗിക്കില്ല, ഉപയോഗിക്കാൻ കൊണ്ടുവരാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മയ്യത്തിന്റെ കഫൻ നല്ല വസ്ത്രം കൊടുക്കും. ജീവിതകാലത്ത് അയാൾ ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന നല്ല വസ്ത്രം ഏതാണോ അതേപോലത്തെ വെള്ള പഞ്ഞിയുടെ പരുത്തിയുടെ വസ്ത്രം നിങ്ങൾ കൊടുക്കുകയും കഫൻ തീരെ നിങ്ങൾ മോശമാക്കി കളയരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴത്തെ കഫൻ തുണി വേറെ എന്തെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കുമോ? കഫന് മാത്രം അങ്ങനത്തെ തുണിയല്ല കൊടുക്കേണ്ടത്. പരുത്തിയായിരിക്കണം, പഞ്ഞിയുടെ ആയിരിക്കണം, വെള്ളയാണ് നല്ലത്, വെള്ളയായിരിക്കണം, പക്ഷെ നല്ല തുണിയായി. ഈ കഫൻ തുണി മരിച്ച ആള് ജീവിതകാലത്ത് അയാളെടുത്ത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോകൂ? വയസ്സായ അക്കാലത്ത് മരിക്കുമ്പോ മേടിക്കുന്ന കഫൻ തുണിയുടെ അതേ തുണി കൊണ്ടുവന്ന് പെരുന്നാളിന് ഉടുക്കാൻ കൊടുത്താൽ ഉടുക്കൂ? എടുത്തുകൊണ്ട് പള്ളിയിൽ പോകൂ? വാങ്ങിച്ചുകൊണ്ട് വരുന്ന മകൻ ഉടുക്കൂ? കഫന്റെ തുണിയല്ല, അതേ ക്വാളിറ്റിയുള്ള തുണി വാങ്ങിച്ചുടുക്കുമോ പെരുന്നാളിന്? ഇല്ല, തട്ട് വയ്ക്കൂല. പിന്നെ എന്തിനാ ഇത്രയും മോശം തുണി കഫന് മാത്രം വാങ്ങിച്ചു കൊടുക്കുന്നത്? ഇപ്പൊ നല്ലത് കൊടുക്കണം. വലിയ കൂടിയ തുണി പോളിസ്റ്ററൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, പരുത്തിയുടെ നല്ല വസ്ത്രം, കോട്ടന്റെ നല്ലത് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ കഫന്റെ കാര്യം കഫൻ അങ്ങനെ ചെയ്യണമെന്ന് ഇത് മുസ്ലിമീങ്ങളുടെ മുഴുവൻ ബാധ്യത. രണ്ടാമതൊരു കാര്യം ഇടയ്ക്ക് വന്നപ്പോൾ ഓർമ്മപ്പെടുത്തിയേക്കാം. ഒരുപാട് കാര്യമുണ്ടെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറഞ്ഞേക്കാം. കഫൻ ആണുങ്ങളെയും കഫൻ ചെയ്യുന്നു, പെണ്ണുങ്ങളെയും കഫൻ ചെയ്യുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ പതിവുണ്ട്. എന്താ പതിവെന്നറിയോ? ഒരാൾ മരിച്ചാൽ അയാളെ കുളിപ്പിക്കാൻ എടുത്തു വെച്ച് കഴിയുമ്പോൾ, കുളിപ്പിക്കുന്നതിന് മുമ്പുള്ളതൊക്കെ ഇരിക്കട്ടെ, അതല്ല പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞോളൂ, കുളിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ച് കഴിയുമ്പോൾ ഇവിടെ കഫൻ തുണി കൊണ്ടുവന്ന് കൊടുക്കും മുറിക്കാൻ വേണ്ടി. വരാന്തയിൽ അല്ലെങ്കിൽ മുറ്റത്ത് പന്തലിട്ട് വിശാലമായിട്ട് നല്ല സൗകര്യമുള്ള എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് രണ്ട് പായൊക്കെ വിരിച്ച് കഫൻ തുണിയെല്ലാം മുറിച്ച് അവിടെ അങ്ങോട്ട് വിരിച്ചു വെക്കും. എന്നിട്ട് മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് ഒരു തുണി മാത്രം അല്ലെങ്കിൽ ഒരു കമീസ് മാത്രം ഇട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് മയ്യത്തിനെ പിന്നെ ഇവിടെ വെച്ച് പൊതിയുകയാണ് തുറന്ന്. ആണുങ്ങളാണെങ്കിൽ കമീസ് ഇട്ട് കഴിയുമ്പോൾ മറയേണ്ട സ്ഥലങ്ങൾ ഏകദേശം എല്ലാം മറയും, സമാധാനമുണ്ട്, വലിയ കുഴപ്പമില്ല. പെണ്ണുങ്ങളെയും ഇതേ നിലയിൽ തന്നെ അവരുടെ കമീസും കൊണ്ട് മുടിപ്പിച്ച് കൊണ്ടുവന്ന് കിടത്തിയിട്ട് ബാക്കിയുള്ള ഇതിൽ പൊതിയുന്നത് അല്ലേ? പൊതിയുന്നത് എല്ലാവരും നോക്കിയെന്ന് പെണ്ണുങ്ങളെ മരിച്ചാൽ കാണാവോ?
ഈ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ മുസ്ലിയാർക്ക്, പള്ളിയിലെ മുസ്ലിയാർക്ക് കാണാവോ, ഇമാമിനെ കാണാവോ, ചുറ്റും നിൽക്കുന്ന ബന്ധുക്കൾ ആളുകൾക്ക് എല്ലാവർക്കും ഈ പെണ്ണിനെ കാണാവോ? ജീവിതകാലത്ത് പള്ളിയിലെ മുസ്ലിയാർ കാണൂലായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിയാരാ കഫൻ ചെയ്യുന്നത്. ഈ പെണ്ണിനെ തൊടാവോ? തലയും തുറന്നു കിടക്കും, കാലും തുറന്നു കിടക്കും. ഇട്ടേക്കുന്ന കമീസ് നീളം കുറവാണെങ്കിൽ കാലിന്റെ എവിടം വരെ തുറന്നു കിടക്കും? അല്ലാഹു അലം. പെണ്ണുങ്ങളുടെ മുഖവും മുൻകൈ എന്ന് പറഞ്ഞാൽ ഈ മടങ്ങുന്ന സ്ഥലത്തിന് ശേഷമുള്ളത്, ഇത്രയും മാത്രം. കാലിന്റെ പാദവും മാത്രമേ ഉള്ളൂ വെളിവാക്കാൻ അനുവാദമുള്ളൂ. ഇതേ ഔറത്തിൽ നിന്ന് ഒഴിവാകുകയും. ഇത് ഔറത്തിൽ നിന്ന് ഒഴിവാണെങ്കിലും സാധാരണ എല്ലാവർക്കും ഇത് കാണാനുള്ള അനുവാദമില്ല. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, മുഅ്മിനീങ്ങളെ, പെണ്ണുങ്ങളെ മുമ്പിൽ നിങ്ങൾ കണ്ണടച്ചോളീൻ. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. കാണാൻ അനുവാദം പറഞ്ഞിട്ടില്ല, അവർക്ക് വെളിവാക്കാനുള്ള അനുവാദമേ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. മരിച്ച മയ്യത്തിനെ കൊണ്ടുവന്ന് മുമ്പിലിട്ട് തിരിച്ചും മറിച്ചും ഈ ആണുങ്ങളാണിട്ട് പൊതിയുന്നത്. പൊതിഞ്ഞ് പിന്നെ കാണാനുണ്ടോ കാണാനുണ്ടോ കാണാനുണ്ടോ, ബാക്കിയുണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ ലേലം വിളിയാ കാണിക്കാൻ. എന്ത് കാണിക്കാനാ? പെണ്ണുങ്ങളെ കാണിക്കാനോ? ജീവിതകാലത്ത് ആരെങ്കിലും പുറത്തിറക്കി നിർത്തിയിട്ട് ഈ പെണ്ണിനെ കാണിക്കുമായിരുന്നോ? ആരെങ്കിലും ഉണ്ടോ, കാണാനുണ്ടെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നോ? മരിച്ചു കഴിഞ്ഞപ്പോ ആ പെണ്ണ് പാവത്തിനടിച്ച് ഓടാൻ പോലും നിവൃത്തിയില്ലാതെ പിടിച്ച് കിടത്തിയിട്ട് എല്ലാരെയും വിളിച്ച് കാണിക്കാമോ? സമാധാനം പറയേണ്ടി വരും. അല്ലാഹ് തനിച്ച ഹറാമാണ് അന്യ പെണ്ണുങ്ങളെ കാണാൻ. മരിച്ചാലും കാണാൻ പാടില്ല, ജീവിച്ചിരിക്കുമ്പോഴും കാണാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആർക്ക് കാണാൻ അനുവാദമുണ്ടോ, മഹ്റമായ ബന്ധുക്കൾ ആരാണോ അവർക്ക് മാത്രമേ ഉള്ളൂ മരിച്ചാലും കാണാൻ അനുവാദം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ കാണാൻ പോവുക. ആണ് മരിച്ചാൽ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും വന്ന് കാണണം, എല്ലാ പെണ്ണുങ്ങളെയും കാണിക്കും. പെണ്ണ് മരിച്ചാൽ എല്ലാ ആണുങ്ങൾക്കും കാണണം. വല്ല പെട്ടെന്നെങ്ങാനും മരിച്ചു പോയ ചെറുപ്പക്കാരികളാണെങ്കിൽ പിന്നെ ഇടിച്ചു കയറലായിരിക്കും കാണാൻ വേണ്ടി. വയസ്സായ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലവ് പിന്നെ കണ്ടില്ലെങ്കിലും അങ്ങ് സമാധാനമായിട്ട് പോകും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പതിവ്. തനിച്ച ഹറാമാണ്, പച്ച ഹറാം. ഒരു മയ്യത്തിനെ വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ആ മയ്യത്ത് പ്രാവ് കിടക്കണം. നല്ല മയ്യത്തായിരുന്നുവെങ്കിൽ. അപ്പൊ അതുകൊണ്ട് കഫൻ കുളിപ്പിക്കാൻ വേണ്ടി, പെണ്ണുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി കെടുക്കുമ്പോൾ കുളിപ്പിക്കുന്ന ആളുകളോട് തന്നെ കഫൻ ചെയ്ത് തരാൻ പറയണം. ആ പെണ്ണിനെ ഒന്നും കാണാത്ത തരത്തിൽ പൊതിഞ്ഞ് തരാൻ പറയണം വെളിയിലേക്ക്. ആണുങ്ങൾ വാങ്ങിച്ച് കെട്ടിൽ വെച്ച്, മയ്യത്ത് കെട്ടിൽ വെച്ച് കൊണ്ടുപോയി പിന്നെ അവിടെ വെച്ച് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയൊന്നുമില്ല. അതൊന്നും മയ്യത്തിന്റെ പേരിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഹറാമുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിച്ചാലും ഹറാമ്, ജനിച്ചാലും ഹറാമ്, എല്ലാം ഹറാം. ഇതെല്ലാം സൂക്ഷിക്കും. അപ്പൊ കഫന്റെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മരിച്ച വീടുകളിൽ ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കുകയും കാണേണ്ട ആവശ്യമില്ല. മയ്യത്തിനെ കാണുക എന്നുള്ളതൊരു ബാധ്യതയൊന്നുമല്ല. മയ്യത്തിനെ പരിപാലിക്കണം. ആവശ്യമുള്ളവർ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ചുമന്നുകൊണ്ട് പോവുക, നമസ്കരിക്കുക, അതുപോലെ മറ ചെയ്യുക. ഇതാണ് ബാധ്യതകൾ, കാണലല്ല. മയ്യത്ത് മരിച്ച വീട്ടിൽ പോയി അവരുടെ ബന്ധുക്കളെ സമാധാനിപ്പിക്കുക, മയ്യത്തിന്റെ പരിപാലനത്തിന് പങ്കെടുക്കുക. കാണേണ്ടവർ ആരെങ്കിലും ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ, അത്യാവശ്യമുള്ളവർ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, കാണണമെന്ന് ആഗ്രഹം തോന്നുന്നവർ, ബന്ധമുള്ളവർ, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോളിൻ, വിരോധമില്ല. കാണൽ ഒരു ബാധ്യതയൊന്നുമല്ല. കാണലല്ല വേണ്ടത്, കൂട്ടത്തിൽ കൂടുകയാണ്. ഏതായാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി ദഫൻ ചെയ്യുക, നമസ്കരിക്കുക, ചുമന്നോണ്ട് പോവുക, ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ മയ്യത്ത് ചുമക്കാനും കൂടണം, നമസ്കരിക്കാനും കൂടണം, മറ ചെയ്യാനും കൂടണം. മറ ചെയ്തതിന് ശേഷം ആ മയ്യത്തിന്റെ ഖബറിന്റെ അടുക്കൽ നിൽക്കണം ഓതിക്കൊണ്ട്. മറ ചെയ്ത് തീരുന്നത് വരെയും അവിടെ നിൽക്കണം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാസിൽ ഖബറ അൻ ജംബൈ. പ്രശ്നവനെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും ഈ മയ്യത്തിനെ നീ കാക്ക്. ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി നീ ആ ചോദ്യത്തിന്റെ ഉത്തരം ഓർമ്മപ്പെടുത്തി കൊടുക്ക്. പ്രശ്നവനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ നീ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ പഠിച്ചവനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മറ ചെയ്ത് തീരുന്നത് വരെയും അവിടെ നിൽക്കണം ആ ഖബറിന്റെ ചുറ്റും. മറ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സൂറത്തുൽ ബഖറയുടെ ആരംഭവും അവസാന ഭാഗവും, ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദതൈൻ, ഇതെല്ലാം കുറഞ്ഞ പക്ഷം. കൂടുതൽ ഓതാൻ സാധിക്കുമെങ്കിൽ സൂറത്ത് യാസീൻ, ഇല്ലെങ്കിൽ ഖുർആൻ ശരീഫ് കൂടുതലായിട്ട് ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇതൊക്കെ ഓതി കുറെ സമയം അവിടെ നിൽക്കണം. എന്നിട്ടേ പിരിഞ്ഞു പോകാവൂ. ഇതൊക്കെയാണ് മയ്യത്തിനോട് ചെയ്യേണ്ട ബാധ്യത. അതിനുശേഷം പിന്നെ ബന്ധുക്കൾ, സ്നേഹിതന്മാർ, ആർക്കെല്ലാം ചെയ്യാൻ പറ്റുമോ അവർ പിന്നീട് ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, ഖുർആൻ ശരീഫ് ഓതി ഹദിയ ചെയ്യുക. ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം മയ്യത്തിനോടുള്ള കടമകളിൽപ്പെട്ടതുമാണ്. നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ചെയ്യാൻ ആളില്ലാതെയായി. ആളില്ലാതെ വന്നപ്പോൾ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കേണ്ടി വരും. അങ്ങനെ നിവൃത്തിയില്ലാതെ വരുന്ന ഘട്ടം വന്നപ്പോൾ മഹാന്മാരായ ഇമാമിങ്ങൾ മനസ്സിലാക്കി
ഒരു കാലമുണ്ടായിരുന്നു, ആരംഭകാലം ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹിയുടെ കാലമുണ്ടായിരുന്നു. അന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴിയിൽ നിന്നും മാറിയ കുറെ സംഘടനകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നു സംഘടനകൾ. മുഅ്തസില, ഖവാരിജിയാക്കളും മുഅ്തസിലാക്കാരും ഉണ്ടായി. അവര് പറഞ്ഞുകൊണ്ടിരുന്നു, അവരുടെ വാദം ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്താൽ ആ പാപത്തിന്റെ പേരിൽ ഈമാനിൽ നിന്നേ പുറത്തു പോകും, കാഫറായി പോകും. അപ്പൊ അവരുടെ വാദം വെച്ചാണെങ്കിൽ ഇന്ന് ഒറ്റ മുസ്ലിമും കാണൂല. പാപം ചെയ്യാത്ത ആരെങ്കിലും കാണുമോ? പാപം ചെയ്യാത്ത ആരും കാണൂല. അള്ളാഹും പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, പാപം ചെയ്യാത്തൊരു മനുഷ്യനും കാണൂല. പാപം ചെയ്യും, പക്ഷെ അള്ളാഹുവിനോട് പൊറുക്കൽ തേടി ഖേദിച്ച് മടങ്ങുക എന്നുള്ളതാണ് പാപം ചെയ്യുന്നവരുടെ പരിഹാരം. ഇവരുടെ അഭിപ്രായം അതല്ല. പാപം ആരെങ്കിലും ചെയ്തു പോയാൽ അവർ ഈമാനിൽ നിന്ന് പുറത്തു പോകും, കാലാകാലം നരകത്തിൽ പോകും. അപ്പൊ എന്നും മുസ്ലിമാകാനും എന്നും തൗബ ചെയ്യാനും നേരം കാണുകയുള്ളൂ ആളുകൾക്ക്. അങ്ങനെ ഒരു വേറൊരു വിഭാഗം പറഞ്ഞുണ്ടാക്കി, പാപം ചെയ്യുന്നവർ മുസ്ലിമീങ്ങൾ നരകത്തിൽ പോകില്ല, എന്നാൽ സ്വർഗത്തിൽ കയറുകയില്ല. സ്വർഗവും നരകവും അല്ലാതെ വേറെ എവിടെയെങ്ങാണ്ടോ സ്ഥലമുണ്ടെന്ന്. അവർ സ്വർഗത്തിലും അല്ലാഹ് വിടൂല, എന്നാൽ നരകത്തിലേക്ക് അവകാശികളാക്കി നരകത്തിലും കാലാകാലം കിടക്കുകയില്ല. വേറെ സ്ഥലമുണ്ട്. അല്ലാഹു തആല ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. അമലുകൾ കുറഞ്ഞു പോവുകയും നരകത്തിൽ വിടാൻ അല്ലാഹു തആല തീരുമാനിക്കുകയും ചെയ്യാത്ത ആളുകളെ കുറച്ചുനാൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയ്ക്കൊരു സ്ഥലത്ത് നിർത്തും. എന്നിട്ട് പിന്നെ അവരെ എല്ലാം സ്വർഗത്തിലേക്ക് അല്ലാഹു തആല കടത്തും, നരകത്തിലേക്ക്. ഇവർ പറയണം അങ്ങനത്തെ സ്വർഗത്തിലും കിടത്തില്ല, നരകത്തിലേക്ക് വിടൂല, വേറെ എവിടെയോ കൊണ്ടുപോകും. ആ തല എവിടെയാണെന്ന് അവർക്ക് പറഞ്ഞുകൂടാ, വേറെ ആർക്കും ലോകത്തെടുക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ വല്ലാതെ അവർ വിഷമിപ്പിച്ചു, വല്ലാതെ അവർ ബുദ്ധിമുട്ടിച്ചു. ആളുകൾക്ക് ഒന്നും മാർഗമില്ലാതെയായി. എല്ലാവരും കാഫിർ, ഇവരെല്ലാവരും കാഫിർ 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 എന്ന് പറഞ്ഞു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി ആ കാലത്ത് പറഞ്ഞു, ആര് പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുകയും ഹൃദയത്തിൽ അത് ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞ് ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇവരെല്ലാവരും മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, മുഴുവൻ പേരും സ്വർഗത്തിൽ പോകും, ആരും നരകത്തിൽ പോകില്ല. അവർ എന്ത് പാപം ചെയ്താലും ശരി നരകത്തിൽ പോകില്ല, കാലാകാലം നരകത്തിൽ കിടക്കുകയില്ല. അങ്ങനെ വന്നാൽ അതിന്റെ ശിക്ഷയും ഒഴിവാക്കിയിട്ട് അവർ സ്വർഗത്തിൽ പോകും. എല്ലാവരും സ്വർഗവാസികളാണ്, മുഅ്മിനീങ്ങൾ, കലിമ പറഞ്ഞവർ. അതുകൊണ്ട് മുഅ്മിനാകുന്നതിന് ഹൃദയത്തിൽ വിശ്വാസവും നാവ് കൊണ്ട് ഈ കലിമ പറയുകയും സമ്മതിക്കുകയും ചെയ്താൽ മതി എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ഒന്നും തൊടാൻ സമ്മതിക്കൽ അങ്ങനത്തെ ചില ആളുകൾ. അന്ന് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹിയുടെ കാലത്ത് ഈ ആളുകളെല്ലാം ഇങ്ങനെ കുഴപ്പമുണ്ടാക്കിയത് കൊണ്ട് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഒരു മനുഷ്യനും മരിച്ചവർക്ക് വേണ്ടി കൂലി കൊടുത്ത് ഖുർആൻ ഓദിച്ചാൽ അതിന്റെ കൂലി പോലും കിട്ടൂല. ഇത് ശരിയാണ്, നിയമം. പക്ഷെ പിന്നീട് ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹിയുടെ കാലമായപ്പോൾ വേറെ സംഘടനകൾ ഉണ്ടായി. മുർജിയാക്കാരുണ്ടായി, കറാമിയ ഉണ്ടായി, ബറാഹിമ ഉണ്ടായി, ഇങ്ങനെ കുറെ സംഘടനകൾ പിന്നെ ഉണ്ടായി. അവര് പറഞ്ഞു വരുത്തി മുസ്ലിം ആകാൻ ഒന്നും വേണ്ട, മുഅ്മിനാകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, മനസ്സിന് വിശ്വാസം പോലും വേണ്ട, നാവ് കൊണ്ട് പറഞ്ഞവരെല്ലാം സ്വർഗത്തിലാണ്. നിസ്കരിക്കുകയും വേണ്ട, നോമ്പ് വയ്ക്കുകയും വേണ്ട, സകാത്തും കൊടുക്കണ്ട, ഹജ്ജും ചെയ്യണ്ട, എന്ത് പാവവും ചെയ്യാം, ഒരു നല്ല കാര്യവും ചെയ്യാതെ അവന്റെ മനസ്സിന് വിശ്വാസം പോലും വേണ്ട, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, ഇവർ മുസ്ലിമാണ്, സ്വർഗത്തിൽ. അപ്പൊ ഇബാദത്തുകൾ മുഴുവനും ഇല്ലാതായി, ആരും ഒന്നും ചെയ്യാൻ തയ്യാറല്ലാത്ത കാലമായി. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി കാലത്തുണ്ടായിരുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മുഹദ്ദിസീങ്ങളെല്ലാം പറഞ്ഞു, ഈമാൻ ഒരു മനുഷ്യനുണ്ട് എന്ന് പറയണമെങ്കിൽ അവൻ മനസ്സിൽ പരിശുദ്ധമായ കലിമയെ കുറിച്ച് ഉറച്ച് വിശ്വസിക്കണം, നാവ് കൊണ്ടത് പറയണം, മുഴുവൻ അമലുകളും ചെയ്യണം. എല്ലാ അമലുകളും ചെയ്താലേ ഉള്ളൂ അവനെ മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ, മുഅ്മിൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് അവർ ചിന്തിച്ചു. എന്നാലേ മുഅ്മിനീങ്ങൾ അമൽ ചെയ്യുകയുള്ളൂ, ഇബാദത്തിൽ വരികയുള്ളൂ. ഇതുകൊണ്ട് ഇത് കാലോചിതമായ നിലയിൽ ദീനിന് വിരുദ്ധമായ സംഘടനകളെ, അവർ പരത്തിയ ആശയങ്ങളെ, അവരുടെ തെറ്റായ ആദർശങ്ങളെ മുസ്ലിമീങ്ങൾ അതിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി മഹാന്മാരായ ആളുകൾ പറഞ്ഞു, അവർക്ക് അല്ലാഹു തആല അതിന് അർഹമായ ഉയർന്ന കൂലി കൊടുക്കും. ഇല്ലെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങളിൽ ഒരു അമലും ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ ആരും കാണില്ല. എന്നിട്ട് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്നെ പറഞ്ഞു, കാശ് കൊടുത്ത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ ഒരൊറ്റ മനുഷ്യനും വേറെ ആർക്കും വേണ്ടി ഒരു ഫാത്തിഹ പോലും ഓതില്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കാശ് കൊടുത്താൽ ഓദിക്കുന്നതെങ്കിലും ഓതി അവൻ ദുആ ചെയ്യട്ടെ, എന്നിട്ട് അവനക്ക് കാശ് കൊടുക്കണമെങ്കിൽ കൊണ്ടുവന്നേ. അപ്പൊ അതുകൊണ്ട് കൊടുക്കൽ അനുവദനീയമാണ് എന്നത്. ഇതൊക്കെ സാഹചര്യങ്ങളുടെ പേരിൽ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്താ? ഇതൊക്കെ സ്വന്തമായ നിലയിൽ ഓരോരുത്തരും മരണപ്പെട്ടു പോയ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. അവരവരുടെ കടമയാണ്. ബന്ധുക്കൾ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ഇതെല്ലാം ചെയ്യേണ്ടത്. മക്കൾ, ഏറ്റവും ആദ്യത്തെ അവകാശം മക്കൾക്കാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ചെയ്യേണ്ടത് മക്കളാണ്. ആര് മരിച്ചാലും അവരുടെ മക്കൾ കാണും.
അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മതി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മക്കളോട് ദുആ ചെയ്യാനാ അല്ലാഹു തആല പറഞ്ഞു. ഇങ്ങനെ ദുആ ചെയ്ത് നന്നായി കാരണവന്മാരും നല്ലവരായിരുന്നു, മക്കളും നല്ലവരായ നിലയിൽ ജീവിച്ചു. കാരണവന്മാരുടെ അതേ ഈമാനും അമാൽ സാലിഹായും ഉള്ള മക്കളായിട്ട് വളർന്നു വന്നാൽ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, ഇവരെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. അല്ലാഹു പിരിഞ്ഞു പോകുകയില്ല. അത്തായും മക്കളും അമ്മായും കുടുംബാദികളും കൂട്ടക്കാരും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് സന്തോഷവാന്മാരാണ്. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. അല്ലാഹു തആല ഖുർആനിൽ റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയ്യാതിഹിം. ഖുർആനിൽ അല്ലാഹു തആല മലക്കുകളുടെ ദുആയെ കുറിച്ച് പറഞ്ഞു, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സ്വർഗ്ഗത്തിൽ കടത്താൻ ദുആ ചെയ്യും. അപ്പൊ ഇതാണ് ചെയ്യേണ്ട നമ്മളുടെ ബാധ്യത. പക്ഷെ ഇന്നത് നടക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്താലും ചെയ്യാൻ അനുവാദം മഹാന്മാരായ ഇമാമിങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു ജോലിയാക്കുക, അത് തന്നെ ഒരു മാർഗമാക്കുക. എവിടെയെങ്കിലും പള്ളിയിൽ ഒരു ഉസ്താദ് വന്നാൽ ഉസ്താദിന്റെ അടുത്ത് പറയും, ഉസ്താദെ ഒരു 4-5 പിള്ളേരെയും കൂടെ കൊണ്ടുവരണം, എവിടെന്നെങ്കിലും ദർസും കൂടെ വേണം. 4-5 പിള്ളേരെ വേണം. അത് എവിടെയെങ്കിലും ഒക്കെ മരിച്ച വീട്ടിൽ കത്തവതാൻ പോകണ്ടേ? മരിച്ച വീട്ടിൽ പറഞ്ഞേക്കാൻ എപ്പോഴും ആള് പള്ളിയിലേക്ക് ഓടി വരും. ഇവിടെ ആളില്ലെങ്കിൽ പിന്നെ അടുത്ത മഹല്ലിൽ നിന്ന് വേറെ എവിടെന്നെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നത് അത് നമുക്ക് മോശമല്ലേ? വേറെ സ്ഥലത്തുനിന്ന് നമ്മുടെ മഹല്ലിൽ വന്ന് ഓടുന്നത്. അതുകൊണ്ടൊരു 4-5 പിള്ളേരെയും കൂടെ കൊണ്ടുവരും. ഉസ്താദ് എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് 4-5 പിള്ളേരെ കൊണ്ടുവന്ന് ഒരു തലയെക്കെട്ടൊക്കെ കെട്ടിച്ച് ഉൾപ്പം തിരിച്ചങ്ങോട്ടേക്ക് അവരുടെ ജോലി എന്താ? കത്ത ഓതൽ മരിച്ചത്. പേര് ദർസിലെ മുത്താലിമീങ്ങൾ. അവരൊന്നും പഠിക്കുകയില്ല, ഓതാൻ നേരമുണ്ട് അവർക്ക്. ഇങ്ങനെ ആളുകളുടെ ആവശ്യം നടത്തലാണ് അവരുടെ ജോലി. മരിച്ച കത്ത ഓതല് 40, 7, 3 എല്ലാത്തിനും പാർട്ടിയാതെ എല്ലാവരും നിശ്ചയിച്ചു വെച്ചിരിക്കുക. അത്താ മരിക്കണ അന്ന് ഉസ്താവ് ദ്വാരക്കും, പിന്നെ 3ന്റെ അന്നേ ദ്വാരക്കാവുള്ളൂ. അതുപോലെ പാടില്ല. പിന്നെ 3ന്റെ അന്ന് മാത്രമേ കൊടുക്കാവുള്ളൂ. 3 കഴിഞ്ഞാൽ പിന്നെ 7-നോ 11-നോ മാത്രമേ ഉള്ളൂ പിന്നെ ദ്വാരക്കാവുള്ളൂ. 7, 11 കഴിഞ്ഞാൽ പിന്നെ 40-നേ പാടുള്ളൂ. 40 കഴിഞ്ഞാൽ പിന്നെ ആണ്ട് അടുത്ത അതേ കൊല്ലം. ഇതിന്റെ ഇടയ്ക്ക് അത്ത ഒന്നും ചോദിച്ചേക്കരുത്, അമ്മായി ചോദിച്ചേക്കരുത്, ഒന്നും അവർക്ക് ആർക്കും കൊടുക്കുകയില്ല എന്ന് വാശിയാണ്. അങ്ങനെ ഒന്നുമില്ല. ചിലര് വിചാരിച്ചേക്കുന്ന 3-നും 7-നും 11-നും 40-നും ആണ്ടിനും മാത്രം കൊടുത്താലേ അങ്ങോട്ട് പോകുള്ളൂ, ബാക്കിയുള്ള ദിവസമെല്ലാം പോസ്റ്റ് ഓഫീസ് ബന്ധാണെന്നാണ്. പോസ്റ്റൽ അവധിയാണ്. അതോ ഈ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ സ്പീഡ് പോസ്റ്റ് കാണുള്ളൂ, ബാക്കിയുള്ള ദിവസമൊക്കെ ഓർഡിനറി സാധാ പോസ്റ്റാണ്, അതുകൊണ്ട് അങ്ങോട്ട് എത്തില്ല. അങ്ങനെ ഒന്നുമില്ല. ഒരാൾ മരണപ്പെട്ടാൽ അത്ത മരണപ്പെട്ടു, എനിക്കറിയാം എന്റെ അത്ത എന്നെ വളർത്തിയതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും, അതുകൊണ്ട് എന്റെ മനസ്സിൽ നിന്ന് ദുആ എപ്പോ വരും? അല്ലാഹു തആല പറഞ്ഞു, എപ്പോഴാണെന്ന് സമയം നോക്കണ്ട, പറഞ്ഞു നീ അതിന് സമയവും ഇല്ല, ദിവസവും ഇല്ല, ആഴ്ചയും ഇല്ല, മാസവും ഇല്ല, ആണ്ടും ഇല്ല. നമ്മളൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് കൊടുക്കാൻ മടിയുള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ ദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഒന്ന്. രണ്ടാമത്, ഇത് നമുക്ക് സ്വന്തം ചെയ്യാൻ അറിഞ്ഞുകൂടാ, കൂലിക്ക് ചെയ്യിപ്പിക്കുക. കൂലിക്ക് ചെയ്യിപ്പിക്കുമ്പോൾ എപ്പോഴും കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? കൂലിക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യം വല്ലപ്പോഴൊക്കെ ചെയ്യുള്ളൂ, അല്ലേ? സ്വന്തമായിട്ട് മീസ വെട്ടാനും സേവ് ചെയ്യാനും അറിയാവുന്ന ആളുകള് ഡെയിലി സേവ് ചെയ്യും. അത് അറിഞ്ഞുകൂടാത്ത ആളുകള് ബാർബർ ഷാപ്പിൽ പോകണമെങ്കിൽ ദിവസവും പോവോ? വീട്ടില് മക്കളോ ഭാര്യയോ ഒക്കെ എന്നീ മുഖമെല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്, എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ശരിയാക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് ബാർബർ ഷാപ്പിൽ പോകുന്നത്. കാരണം 15 രൂപ മുടക്കണം. അപ്പൊ സ്വന്തം അവനവന്റെ കാര്യത്തിന് മുഖവും എനിക്ക് വെക്കുന്നതിന് ഷേവ് ചെയ്യാൻ ബാർബർ ഷാപ്പിൽ പോകാൻ കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് വല്ലപ്പോഴേ ചെയ്യുള്ളൂ നമ്മള്. പിന്നെ അത്താക്കും അമ്മാക്കും അല്ലെങ്കിൽ മരിച്ചുപോയ ബന്ധുക്കൾക്കും കൂലി കൊടുത്ത് ദിവസവും ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവൂ? അതുകൊണ്ടാണ് ഈ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. 3, 7, 11, 40 ആണ്ട്. അങ്ങനെയല്ല, നമ്മൾ എല്ലാ സമയത്തും ചെയ്തുകൊണ്ടിരിക്കണം. കൂലി കൊടുത്ത് ചെയ്യേണ്ടതല്ല, സ്വന്തം അവരവർ ചെയ്യേണ്ടതാണ്. അവരവർ ദുആ ചെയ്യണം. സാധിക്കാത്ത ആളുകൾ ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേ, എന്തെങ്കിലും കിട്ടണ്ടേ മരണപ്പെട്ടു പോയവർക്ക്, അതിനു വേണ്ടിയുള്ള അനുവാദമാണ്. അതുകൊണ്ട് ഞാൻ ആർക്കും മരിച്ചവർക്ക് ഓതാൻ പാടില്ല എന്നോ, കൂലി കൊടുത്ത് ഓദിക്കരുതെന്നോ, വേറെ ആരെ കൊണ്ടെങ്കിലും ഓദിച്ചാൽ കിട്ടൂല എന്നോ, അതുകൊണ്ട് ഇവിടെ എല്ലാം നിർത്തിക്കളഞ്ഞു, ഇനി 7 ഇല്ല, 3 ഇല്ല, 5 ഇല്ല, ഓതാൻ പാടില്ല എന്ന് പറഞ്ഞൊന്നും ആരും പറഞ്ഞു വരച്ചേക്കരുത്. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പറഞ്ഞതിന്റെ കാര്യം നേരെ മനസ്സിലാക്കി. ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്യേണ്ടതാണ്. സ്വയം അവരവർ സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ പേരിൽ ചെയ്യണം. നിവൃത്തിയില്ലാതെ വന്നാൽ വെറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചാലും
കുഴപ്പമില്ല, വിരോധമില്ല. അവർക്ക് എന്തെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ചെയ്യുമ്പോൾ നിഷ്കളങ്കമായ നിലയിൽ ഈ കൂലിക്ക് വേണ്ടിയൊന്നും അല്ലാതെ മരണപ്പെട്ടു പോയവർക്ക് എന്തെങ്കിലും കിട്ടണേ എന്നുള്ള ആഗ്രഹത്തിൽ സ്വന്തമായി ഓതി നല്ല നിലയിൽ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുന്ന ആളുകളെ ഏൽപ്പിക്കും. അങ്ങനത്തെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ആളുകൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആക്കി സ്വയം ചെയ്യാൻ ആദ്യമേ പരിശ്രമിക്കും. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പഠിച്ചു വെക്കണം. എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുന്ന മൗലൂദ് കിതാബിലും യാസീൻ നബീനായാലും പറഞ്ഞേക്കുന്ന ദുആ ഓതിയാലേ ഉള്ളൂ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അത് അങ്ങനെ തന്നെ മനപ്പാടമാക്കി പഠിച്ചു വെച്ച് ഓതിയില്ലെങ്കിൽ ശരിയാകില്ല. അത് നമുക്കറിയാൻ പാടില്ല, ഇനി പഠിക്കാനും നിവൃത്തിയില്ല. പിന്നെ എന്താ ചെയ്യണം? അള്ളാഹ്ക്ക് അറബി മാത്രമല്ല അറിയാവുന്നത്. എല്ലാവരുടെയും വിചാരം അള്ളാഹ്ക്ക് അറബി ഭാഷ മാത്രമേ അറിയാവുള്ളൂ. എല്ലാ ഭാഷയും അള്ളാഹ്ക്ക് എല്ലാ ഭാഷയും അറിയാം. അല്ലാഹു തആല പറഞ്ഞു, എനിക്കറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഭാഷയെല്ലാം മാറ്റി മാറ്റി ഞാൻ തന്നേക്കുന്നത്. ഒരുപാട് വ്യത്യസ്തമായ ഭാഷകൾ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നതും ഞാൻ അതിന്റെ ഒരു ദൃഷ്ടാന്തം അടയാളമായിട്ട് വെച്ചിരിക്കുന്നതാണ്. രണ്ടോ ഖുർആനില് പറയുന്നതിനൊക്കെ ഖുർആൻ ആയത്തൊക്കെ ചുമ്മാ ഉണ്ടാക്കി പറയണമെന്ന് ചിലപ്പോൾ തോന്നിക്കളിയും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഷകൾ വ്യത്യസ്തമായി പലതുണ്ടാക്കി തന്നതും നിങ്ങളുടെ നിറങ്ങൾ പലതാക്കി മാറ്റി മാറ്റി തന്നതും എന്റെ ദൃഷ്ടാന്തമാണ്. അതെല്ലാം കണ്ട് നിങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. അപ്പൊ അള്ളാഹ്ക്ക് എല്ലാ ഭാഷയും അറിയാം. അറബിയിൽ തന്നെ പറഞ്ഞാലല്ല അത്താക്ക് കിട്ടുക, അത്താക്ക് ദുആ ചെയ്യുക. മലയാളത്തിലേ അറിയാവുള്ളൂ. മലയാളത്തിൽ ദുആ ചെയ്യണം. അള്ളാഹുവിനോട് പറയും. അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹ്ക്കത് മനസ്സിലാകും. അള്ളാഹ് അറിയും. അള്ളാഹു തആല അവർക്ക് എത്തിച്ചു കൊടുത്തോളും. അതുകൊണ്ട് സ്വന്തമായി ദുആ ചെയ്യാൻ പേടിക്കണ്ട. എല്ലാവരുടെയും വിചാരം ഇങ്ങനെ എഴുതി വെച്ചേക്കണത്. അതുകൊണ്ട് റമദാൻ മാസമാകുമ്പോൾ പരിവാവിന് കുറച്ച് കച്ചവടം കിട്ടും. യാസീൻ സബീനായും മുസാഫും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുക ആൾക്കാർ. മുസാഫ് മേടിച്ചുകൊണ്ട് പോകണം ഓതാനല്ല, പള്ളിയിൽ കൊണ്ടേ വെക്കാൻ. അത്താക്ക് കൂലി കിട്ടില്ല. ഓതാനും പറ്റൂല, ഓദിക്കാനും പറ്റില്ല. ഓദിച്ചാൽ കാശ് ഒരുപാടാകും. മുസാഫ് മേടിച്ചാൽ 100 രൂപയിൽ താഴെ ആകുള്ളൂ. കത്ത ഓതിയാൽ മിനിമം 500 എന്നല്ലേ പറഞ്ഞത്. 500 രൂപ കൊടുത്ത് 5 മുസാഫ് മേടിച്ച് 5 പള്ളിയിൽ വെക്കാം. അപ്പൊ 100 രൂപ മണിക്ക് ഒരു മുസാഫ് മേടിച്ച് വെക്കാം. പിന്നെ വീട്ടിൽ ഓതാൻ റമദാനിൽ ഒരു യാസീൻ സബീന മേടിച്ചുകൊണ്ട് പോയാൽ റമദാൻ തീർന്നവരെ നോക്കി ഓതി അവസാനമുള്ള ദുആ ഓതാം. അവസാനമുള്ള ദുആ എന്താ എഴുതിയേക്കുന്നതെന്നും അത് തെറ്റാ എഴുതിയേക്കണമെങ്കിൽ ആ തെറ്റും മതി. തെറ്റാ എഴുതിയേക്കണമെങ്കിൽ തെറ്റും മതി. മൗലൂദ് കിതാബിൽ എഴുതി വെച്ചേക്കുന്ന ദുആകൾ തെറ്റാണ് അച്ചടിച്ചേക്കുന്നതെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാവില്ല. ആർക്കും ആ തെറ്റ് തന്നെ പറയും. നോക്കിയിട്ടാണോ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കിയിട്ടാണോ പറയണേ? എഴുതി വെച്ചേക്കുന്നത് വായിക്കും. മൗലൂദ് ഓതുമ്പോൾ എഴുതി വെച്ചേക്കുന്നത് വായിക്കും. അതേ ഉള്ളൂ. അല്ലാതെ തിരുത്തി വായിക്കുന്ന സ്വഭാവമില്ല. അതുപോലെ മൗലൂദ് കിതാബിലൊക്കെ എഴുതി വെച്ചേക്കുന്ന ദുആ ഖുർആനാണെന്ന എല്ലാവരുടെയും വിചാരം. അല്ല, അതിന് ഖുർആനും ഹദീസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇമാമിങ്ങളിൽ ഉലമാക്കളിൽ ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്, മരണപ്പെട്ടു പോയ മനുഷ്യന് ആഖിറത്തിൽ എന്തെങ്കിലും പ്രതിഫലം, എന്തെങ്കിലും ഗുണം കിട്ടുന്നതിന് യോജിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല. അവരുടെ കൂട്ടത്തിൽ അവരുമായി ബന്ധം ഉള്ളവർക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുകയുമില്ല. മറ്റാരെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചെന്തെങ്കിലും കിട്ടിയാൽ അവർ നല്ല ഉദ്ദേശത്തോടു കൂടി സ്വന്തമായ നിലയിൽ ആളുകളും വിരളമായിരിക്കും. അങ്ങനത്തെവരും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ കാലവും വരും. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ മറ്റാരെ കൊണ്ടെങ്കിലും ഖുർആൻ ശരീഫ് ഓദിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതിന് കൂലി കൊടുക്കാം, അനുവാദമുണ്ട് എന്ന് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അഭിപ്രായം. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, അവരുടെ കാലത്തെ നേരെ ചൊവ്വ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി മനസ്സോടെ എന്തെങ്കിലും ചെയ്യാൻ, നല്ല ഉദ്ദേശത്തോടെ ചെയ്യാൻ സ്വന്തമായ നിലയിൽ തയ്യാറാവുന്ന സന്മനസ് കാണിക്കുന്ന ആളുകൾ കുറവായിരുന്നു എന്ന് മനസ്സിലാകും. അന്നേ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ നമ്മുടെ ഇന്നത്തെ കാലം പറയണോ? ഇന്നത്തെ കാലത്ത് ആരും ഉണ്ടാവില്ല. മരിച്ചാൽ മരിച്ചു, തീർന്നു. പിന്നെ യാതൊരു ബന്ധവുമില്ല. മരിച്ചാൽ നമസ്കരിക്കാൻ പോലും ആരുമില്ല. മുസ്ലിമീങ്ങളുടെ കടമയാണ് ഒരു മനുഷ്യൻ രോഗിയായാൽ ആ രോഗിയെ സന്ദർശിക്കുക. അവൻ മരിച്ചാൽ മരണപ്പെട്ടവന്റെ പരിപാലനം പൂർണ്ണമായ നിലയിൽ നടത്തി അവനെ ഖബറടക്കി തീരുന്ന എല്ലാം കഴിയുന്നത് വരെ പങ്കെടുക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ശരീഫ് ഓതി പഠിപ്പിക്കുമായിരുന്നു. എല്ലാ ആയത്തുകളും നബി തങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ നമുക്ക് നിയമമായിരുന്നു. നമുക്കിന്ന് ഖുർആൻ പഠിക്കാൻ നേരമില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതും എങ്ങനെയെങ്കിലും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമുദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മലപ്പുറംകാരനാണെങ്കിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കണ്ടിക്കുക. ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ചിലർ മുസ്തഖീൻ എന്നാവും. സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അതൊക്കെ പലതരത്തിൽ വളരും. ശരിയാവില്ല. ആരുടെയും നമസ്കാരം ശരിയാവുകയില്ല ഇങ്ങനെ ഖുർആൻ തെറ്റിച്ചോദിയാണ്.
ഖുർആനിൽ ഇത് വലിയ കടുത്ത തെറ്റാണ്. ഖുർആനിന്റെ ആയത്തുകളുടെ മുഴുവനും ഉച്ചാരണം ഹർഫുകൾ ശരിയാകണം, ഹറക്കത്തുകളും ശരിയാകണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. റബ്ബുൽ ആലമീൻ, ഒരാൾ റബ്ബുൽ ആലമീൻ ഓതി അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്നല്ലേ സാധാരണ പറയുന്നത്. അതുകൊണ്ട് ഫാത്തിഹ ഓതിയപ്പോഴും അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ ഓതി, കാരണം ശരിയാവില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ ഖുർആൻ ഓതി പഠിപ്പിക്കാൻ കാരണം അവരവരുടെ നാടൻ ഭാഷയിലോ അവരവരുടെ നാടൻ ശൈലിയിലോ ഖുർആൻ ശരീഫ് ഓതാൻ പാടില്ല. അങ്ങനെ ഓതിയ ഖുർആൻ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും. പിൻകാലത്ത് കിട്ടുന്നവർക്ക് ഖുർആനായ നിലയിൽ മനസ്സിലാക്കാൻ പറ്റാതെയായി പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ശരീഫിനെ എല്ലാവർക്കും ശരിയായ നിലയിൽ ഓതി പഠിപ്പിച്ചു. അല്ലാഹു തആല തങ്ങളെ ഏൽപ്പിച്ചു ഖുർആൻ ഓതി തന്നെ പഠിപ്പിക്കണമെന്ന്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആദ്യത്തെ ജോലി ഖുർആൻ ആദ്യം ഓതി പഠിപ്പിക്കണം. യത്ലൂ അലൈഹിം ആയാതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ശരീഫ് ആദ്യം ഇറക്കി കൊടുത്തപ്പോൾ ഓതി പഠിപ്പിക്കുന്ന ജോലിയുണ്ട്. അതുകൊണ്ട് ഓതണ എങ്ങനെയാണെന്ന് ഓതുന്ന ആളോടൊപ്പം കൂടെ ഓതി പഠിച്ചാലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഓതാറുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന നബി തങ്ങൾക്ക് ആയത്ത് ഓതി കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒപ്പത്തിന് കൂടെ ഓതി പഠിക്കാൻ വേണ്ടി. സാധാരണ ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ ഓതി കൊടുക്കുമ്പോൾ അവർ കൂടെ ഓതുന്നത് പോലെ നമ്മളൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ പഠിക്കണമെങ്കിൽ കൂടെ പറയിപ്പിച്ച് ഓതുമല്ലോ. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ഓതുന്നത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കാൻ വേണ്ടി കൂടെ ഓതിയപ്പം വലിയ ഭാരമായി. കാരണം ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 ജോലിയാണ്. ഒന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം ഓതുന്നതിനെ അങ്ങനെ തന്നെ കേട്ട് ഓതി പഠിക്കണം. രണ്ടാമത്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഖുർആനിന്റെ ആയത്തുകളുടെ ആശയവും അതിന്റെ ഉദ്ദേശവും അർത്ഥവും എന്താണെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കണം. ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. മൂന്നാമത്തെ ജോലി, ഈ ഖുർആനിനെ അങ്ങനെ തന്നെ മനപ്പാടമാക്കി വെക്കണം. എന്നാലേ പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ജിബ്രീൽ അലൈഹിസ്സലാം ഓതുമ്പോൾ ഈ 3 ജോലിയും കൂടെ തങ്ങൾക്ക് ഒരുമിച്ച് വന്നപ്പോൾ വലിയ ഭാരമായി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിന്റെ ശ്രദ്ധ, മനസ്സ് മുഴുവനും അതിലേക്ക് ചിന്ത, ഇതിന്റെ ആശയം ആലോചിക്കുന്നു എന്താണെന്ന്. കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഓതുമ്പോൾ കൂടെ ഓതണം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരക്ഷരം 2 അക്ഷരം ഒക്കെ പുറകിലായി പോകും, കൂടെ എത്താതെ. ഇങ്ങനെ വലിയ ഭാരമായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനങ്ങണ്ട. ജിബ്രീൽ ഓതുമ്പോൾ ഓതുന്നത് എങ്ങനെയാണെന്ന് തങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. നാവ് അനക്കരുത്, മിണ്ടാതിരുന്ന് കേട്ടോളണം. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കഴിയുമ്പോൾ ഓതുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക എന്നുള്ള ജോലിയാണ്. അത് ചെയ്താൽ തങ്ങളുടെ മനസ്സിൽ കേട്ട ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി വെക്കുന്നത് എന്റെ ജോലിയാണ്, ഞാൻ ചെയ്തോളാം. ഓതി തീരുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിൽ കാണും. പിന്നെ അതിന്റെ ആശയവും അർത്ഥവും എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി പഠിപ്പിച്ച് തന്നോളാം. അതിന് ഞാൻ വേറെ മാർഗം ഞാൻ സ്വീകരിച്ചോളാം, ഞാൻ തന്നെ ചെയ്തോളാം. പിന്നെ തങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഇത് ഓദിച്ച് അതേപോലെ തെറ്റാതെ കേൾപ്പിക്കുന്നത് ആ ജോലിയും എന്റേതാണ്. തങ്ങൾ അതിനുവേണ്ടി ഈ 3 കാര്യത്തിനും വിഷമിക്കേണ്ട. തങ്ങളുടെ ജോലി ഓതുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാ മാത്രം. ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന തുമ്മ ഇന്ന അലൈനാ ബയാന. അല്ലാഹു തആല പറഞ്ഞതുകൊണ്ട് അനങ്ങാതിരുന്ന് കേട്ടത്. അങ്ങനെ കേട്ട് പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. സഹാബാക്കൾ അങ്ങനെ തന്നെ അത് പഠിച്ചു. താബിഈങ്ങൾക്ക് അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ എല്ലാവരും അറബി അറിയുന്നവരാണ്, എല്ലാവരും അറബി സംസാരിക്കുന്നവരുമാണ്. മറ്റ് ദേശങ്ങളിൽ നിന്ന് വന്നവരും മദീനയിൽ വന്ന് ഖുർആനും അറബിയും എല്ലാം പഠിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ചില പ്രത്യേക സഹാബാക്കളെ ചൂണ്ടിക്കാണിച്ച് ഖുർആൻ ഇവരോട് നിങ്ങൾ ഓതി പഠിക്കണം. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സഹാബാക്കളെ നിശ്ചയിച്ചു കൊടുത്തു. ഖുർആൻ ഇവരോട് ഓതി പഠിക്കണം. അതുപോലെ മദീനയിൽ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി മദ്രസ സ്ഥാപിച്ചു. ഓരോ ഭാഗങ്ങളിലും ദാറുൽ ഖുർആൻ, മദ്രസത്തുൽ ഖുർആൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ജോലി എന്നോ സഹാബാക്കളിൽ ഖുർആൻ ശരിയായ നിലയിൽ ഓതാൻ അറിയുന്ന ആളുകളെ മുഅല്ലിമായി നിശ്ചയിക്കുകയും അവരെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ആളുകളെ ചുമതലപ്പെടുത്തി ഏൽപ്പിച്ച നാട്ടുകാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിക്കും. നമ്മുടെ ഈ ചെറിയ പ്രാഥമിക മദ്രസകളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ അതിന്റെ അടിസ്ഥാനം. ഇന്നത്തെ സൗകര്യങ്ങളും പെൻഷൻ ഡെസ്കും ഇതൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇന്നത്തെ മാതിരി കാലത്തെ ഉച്ചയ്ക്കോ 1/4 മണിക്കൂറോ 1/2 മണിക്കൂറോ ഒന്ന്
വന്നേച്ച് പോകുന്ന പരിപാടിയില്ല. അപ്പൊ പിള്ളേരെങ്ങനെയാ മദ്രസയിൽ വരുന്നത്? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പടിയല്ലേ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പടി, മുഖം കഴുകി, പാവ കുളിച്ചാ കുളിച്ചു, വെള്ളം കുടിച്ചാ കുടിച്ചു, കിടന്നുറങ്ങിയപ്പോ ഏത് നിക്കർ ഇട്ടുകൊണ്ട് ഏത് ചെറിയ പാവാട ഇട്ടുകൊണ്ടാണ് കൊച്ചുങ്ങൾ കിടന്നത്, അങ്ങനെ തന്നെ അതിൽ പിള്ളേരെ കിടന്ന് കൊള്ളിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുന്നേപ്പിച്ച് മദ്രസയോട്. കാരണം 6:45 മദ്രസ തുടങ്ങണം, പിള്ളേരെ എഴുന്നേൽക്കുന്നത് 7 മണിക്കാ. എങ്ങനെയെങ്കിലും തല്ലി പഠിപ്പിച്ച് എഴുന്നേപ്പിച്ച് ആ ചടങ്ങ് നിർവഹിക്കണമല്ലോ, മദ്രസയിലേക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പിള്ളേർ അങ്ങനെ തന്നെ മദ്രസയിൽ വരും. മദ്രസയിൽ വരുന്ന പിള്ളേരെ കണ്ടാൽ പാവം തോന്നും, ഉടുക്കാൻ തുണി പോലും ഇല്ലാത്തവരായിട്ട് വരും. ഇട്ടേക്കുന്ന ചെറിയ കാൽ നിക്കറും അര നിക്കറും ഒക്കെ ഇട്ടുകൊണ്ട്, പെൺപിള്ളേരാണെങ്കിൽ അര പോലും കാണൂല, മുട്ടിന് മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും പാവാടായിട്ട് അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം, അതും കൊണ്ട് നേരെ മദ്രസയിൽ വരും. മദ്രസയിൽ വന്ന് എങ്ങനെയെങ്കിലും ഉസ്താദന്മാരുടെ മുമ്പിൽ പറഞ്ഞൊക്കെ ഒപ്പിച്ച് വേഗം 7:30 മണിക്ക് മുതലേ പിള്ളേർ തിരിച്ചു പോകാൻ തുടങ്ങും. വന്നത് 7 മണിക്ക്, പോകാൻ തുടങ്ങുന്നത് 7:30 മണിക്ക്. പോകാൻ തുടങ്ങുമ്പോൾ ചിലർ ഇങ്ങോട്ട് വരികയുള്ളൂ, താമസിച്ച് വരുന്നവർ വന്നുകൊണ്ടിരിക്കും, നേരത്തെ പോകേണ്ടവർ പോയിക്കൊണ്ടിരിക്കും. 7:30 മണിക്ക് വണ്ടി വരും താഴെ റോഡിൽ. അതുകൊണ്ട് അപ്പൊ കുട്ടിയെ തയ്യാറാക്കി നിർത്തണം, എല്ലാം റെഡിയാക്കി. അല്ലെങ്കിൽ സ്കൂളിൽ പോയില്ലെങ്കിൽ സംഗതി കഴിയും. അവിടെ പോയില്ലെങ്കിൽ അത് കാശ് കൊടുത്തല്ലേ പോകുന്നത്. മദ്രസയിൽ ആരെങ്കിലും കാശ് കൊടുക്കാറുണ്ടോ? നേരത്തെ പറഞ്ഞ അവസ്ഥ, മാസവരി 10 രൂപ എഴുതിയാലും അത് 30 പ്രാവശ്യം ഉസ്താദുമാർ മാസത്തിൽ ചോദിച്ചാലും 30ന്റെ അന്നും കിട്ടൂല. 1-ാം തീയതി കിട്ടേണ്ട 10 രൂപ 30ന്റെ അന്നും കിട്ടൂല. അതേസമയത്ത് സ്കൂളിൽ കൊടുക്കേണ്ട 150 രൂപ ഫീസ്, ട്യൂഷൻ ഫീസ് 150 രൂപ, ലൈബ്രറി ഫീസ് 25 രൂപ, കമ്പ്യൂട്ടർ ഫീസ് 50 രൂപ, പിന്നെ എന്തെല്ലാം ഫീസാ, സ്പോർട്സിന്റെ ഫീസ് അത് 100 രൂപ, പിന്നെ PTA ഫണ്ട് 250 രൂപ, എന്തെല്ലാം ഉണ്ട്. ലിസ്റ്റെല്ലാം കൊടുത്തു വിട്ടാ നേരം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അത് പിള്ളേർ തലേ ദിവസം രാത്രിയെ മേടിച്ച് ബാഗിൽ വെച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. അത് കൊടുക്കാൻ ആർക്കും മടിയില്ല. കാരണം ഇത് കൊടുക്കാതെ പോയാൽ കുട്ടിയെ പുറത്തു നിർത്തും, നാണക്കേട്. മദ്രസയിലെ 10 രൂപയുടെ ഫീസ് 30 ദിവസമായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു കമ്മിറ്റിക്കാരന് നടപടി എടുക്കുകയില്ല. അഥവാ ഏതെങ്കിലും ഉസ്താദ് കുട്ടിയെ കാശില്ലാത്ത നിലയിൽ പുറത്തു നിർത്തിയാൽ വീട്ടിൽ നിന്ന് ചോദിക്കാൻ വരുന്നത് തള്ളയായിരിക്കും, അമ്മയായിരിക്കും ചോദിക്കാൻ വരുന്നത്. അടുക്കളയിൽ നിന്ന് അതേ വേഷത്തിൽ ചട്ടുവും കൈ പിടിച്ചുകൊണ്ട് തലയിൽ തുണിയും ഇല്ലാതെ നിന്ന് അതേ വേഷത്തിൽ തന്നെ അമ്മ മദ്രസയിലേക്ക് വരും. എന്നിട്ട് കുട്ടിയെ പുറത്താക്കി ചോദിക്കാം. ഇല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്നല്ലേ ഇത്? ഇതല്ലേ അവസ്ഥ? എങ്ങനെ ഖുർആൻ പഠിക്കും? ഇതാണ് ഖുർആൻ പഠിക്കുന്നത്. എന്നിട്ട് ഈ പിള്ളേർ വന്നിട്ട് തിരിച്ചു പോയതിനു ശേഷം അവരെ നല്ലപോലെ തേച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി അവരെ നല്ല പാൻറ്റും ഒക്കെ ധരിപ്പിച്ച് ഷർട്ടും ഒക്കെ യൂസ് ചെയ്ത് പിന്നെ കഴുത്തേൽ തുടലുമെല്ലാം കെട്ടി മുറുക്കി സോക്സും ബ്ലൗസറും വേണമെങ്കിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ല ബാഗും പുസ്തകങ്ങളും ടിഫണെല്ലാം നിറച്ച് രാവിലെ കഴിക്കാനുള്ളത്, 10 മണിക്ക് കഴിക്കാനുള്ളത്, പാല്, ബിസ്ക്കറ്റ്, ഉച്ചയ്ക്കുള്ള ചോറ്, 4 മണിക്ക് താമസിച്ചു പോയാൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ എല്ലാം കൊടുത്തു പോയി തള്ള കാത്തു നിൽക്കുകയാണ് വണ്ടി വരുന്നത്. നമുക്ക് ഖുർആനാണോ ഉണ്ടാവുക അതോ വേറെന്തെങ്കിലും ആണോ? എന്നിട്ട് പിന്നെ എന്തിനാ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്? മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാൻ നമ്മൾ തയ്യാറില്ല. പാശ്ചാത്യൻ, യൂറോപ്യൻ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ എന്ത് പഠിപ്പിച്ചിരുന്നോ 100% ജീവിതത്തിൽ അങ്ങനെ തന്നെ പകർത്താൻ നമ്മൾ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി എന്താണോ അല്ലാഹു പഠിപ്പിച്ചത് അത് പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കൽ നമ്മളുടെ അന്തസ്സായിട്ട് നമ്മൾ കണക്കാക്കും. എന്നിട്ട് പേരെന്താ നമ്മുടെയും മുസ്ലിം എന്ന്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹു തആല പറഞ്ഞ ഇസ്ലാമിന്റെ നിയമവും ഇസ്ലാമിന്റെ രീതിയും അല്ലാതെ വേറെ ഏതെങ്കിലും മതങ്ങളുടെ രീതിയും മതങ്ങളുടെ സ്വഭാവങ്ങളും മതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളും ആരെങ്കിലും ഇഷ്ടമായി അതിനെ ആരെങ്കിലും തിരഞ്ഞെടുക്കുകയും അതിനെ തേടുകയും ചെയ്താൽ അവനിൽ നിന്നും അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. ആഖിറത്തിൽ അവൻ നഷ്ടവാളികളുടെ കൂട്ടത്തിൽ, പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകുകയും ചെയ്യും. അല്ലാഹു തആല പറഞ്ഞു വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ. അല്ലാഹു തആല നമുക്കെല്ലാം മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കും. ഖുർആൻ നന്നായി നമ്മുടെ വളർന്നു വരുന്ന മക്കളെ പഠിപ്പിക്കും. ആ മക്കൾക്ക് ഖുർആൻ ശരീഫ് ശരിയായ നിലയിൽ ഓതാനെങ്കിലും അറിയുന്ന അവസ്ഥയിൽ വളർന്നു വരട്ടെ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? അല്ലാഹു അക്ബർ, നമ്മൾ മരിച്ച കബറിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കിടക്കും. ഇപ്പൊ കാണാൻ പാടില്ലേ, അത്ത മരിച്ചു കിടക്കുന്നു. അത്ത മരിച്ചു കിടന്നിട്ട് അത്ത മരിക്കുമ്പോ അല്ലെങ്കിൽ മരിക്കാൻ അടുക്കുന്നു, മരിക്കും എന്ന് ഉറപ്പായാൽ നമുക്കിപ്പോ കിട്ടൂല. സാധാരണ നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്ത് ഓക്സിജനും കൊടുത്ത് മരിച്ച 1 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴേ ഡോക്ടർ പറയുള്ളൂ. അതുവരെ നമ്മളങ്ങ് കൊണ്ട് ഏറ്റിട്ട് എങ്ങനെയെങ്കിലും പോകാൻ പോണ ജീവനൊന്ന് പിടിച്ചു നിർത്തി തന്നാൽ മതി. പിടിച്ചാൽ കിട്ടുമോ ജീവൻ? അതായത് കൊണ്ടുപോണ സാധനം പിടിച്ചു നിർത്തണം, അവിടെ കൊണ്ട് ഏറ്റിക്കും. ഇനി അഥവാ എങ്ങാനും മരണാസന്നനായാൽ മക്കൾ എന്ത് ചെയ്യും? പള്ളിയിലേക്ക് ഓടും, മോദിയെ മുസ്ലിയാരെ വിളിച്ചോണ്ട് വരാൻ. എന്താ ചെയ്യേണ്ടത്? അത്ത മരിക്കാൻ കിടക്കുമോ അത്താറെടുക്കലിരുന്ന് തലയ്ക്കും ഭാഗത്തിരുന്ന് യാസീൻ സൂറത്ത് ഓതീൻ, സൂറത്ത് റഅദ് ഓതീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉറക്കെ അവര് കേട്ട് പറയാൻ വേണ്ടി. ഇത് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഓട്ടോ. അപ്പൊ ഓതാന്ന് പറഞ്ഞുകൂടെ കലിമ പറഞ്ഞു കൊടുക്കാമോ?
മരിച്ചു കഴിഞ്ഞാലോ അല്ലാഹു അക്ബർ. ചില വീടുകളിലൊക്കെ പോയി മരിച്ചു കിടക്കുന്നവരെ കണ്ട അപ്പോഴും കണ്ണു തിരിഞ്ഞ് അടച്ചിട്ടുണ്ടാവില്ല, കണ്ണിങ്ങനെ തുറന്നിരിക്കും, വായും തുറന്നിരിക്കും. പിന്നെ ആരെങ്കിലും പോയതിന് ശേഷം വേണം കണ്ണും തിരുമി അടയ്ക്കാൻ താഴെക്കെട്ടുകൾ. പിന്നെ കുളിപ്പിക്കാൻ ആർക്കെങ്കിലും അറിയാവോ? കുളിപ്പിക്കാൻ പേടിയാ, മക്കളാരും കുളിപ്പിക്കൂല. അത്താനെ കുളിപ്പിക്കാൻ വേണ്ടി നിന്നാ മക്കൾ മാറി നിൽക്കും. വലിയ മുറിയാണെങ്കിൽ വാതിലിന്റെ അടുത്ത് വന്ന് നിൽക്കും. അത്താരെങ്ങാനും എണീറ്റാ ഓടാറുണ്ടോ നോക്കും. അത്താനെ കുളിപ്പിക്കാൻ നിൽക്കില്ല. ഇല്ലെങ്കിൽ കുളിപ്പിക്കുന്ന ആൾക്കാരെല്ലാം കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവകാശികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി അവസരം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് മക്കളും ചെറുമക്കളും എല്ലാവരും വന്ന് ഓരോ കപ്പ് വെള്ളം പോലെ അത്താടെ തലയിൽ കൂടെ കാല് വരെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ പറ്റില്ല, ഇപ്പോഴെങ്കിലും ചെയ്തേക്കാം. എന്തിനാ വെള്ളം ഒഴിക്കണം? അങ്ങനെ വല്ല അവകാശമുണ്ടോ? മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി മക്കളും ചെറുമക്കളും വെള്ളം ഊറ്റേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും നിയമമല്ല. നമ്മൾ എന്താ ഒരാൾ മരിച്ചാൽ മയ്യത്തിനെ ചെയ്യുന്നത്? അല്ലാഹു അക്ബർ. അല്ല, പിന്നെ ഏതെങ്കിലും സമയമുണ്ടെങ്കിൽ പറഞ്ഞോളാം. അല്ലാഹു തആല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ നമ്മൾ ഖുർആൻ ശരീഫ് പഠിപ്പിക്കാതിരുന്ന നമ്മുടെ മക്കള് ഇതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞൊരു ഫാത്തിഹ പോലും ഓതാൻ ഉണ്ടാവും. റമദാൻ മാസമാകുമ്പോൾ ആളുകൾ ഇങ്ങനെ പള്ളിയിൽ അന്വേഷിച്ച് നടക്കും മുസ്ലിയാക്കന്മാരെ. ഇതിനാ കത്ത ഓതാൻ ആരെങ്കിലും കൊണ്ടുപോയി. ഇപ്പൊ എന്താ കത്ത ഓതുന്നതിന്റെ ചാർജ്? പണ്ടൊക്കെ 25-50 രൂപയൊക്കെ ആരും നേരത്തെ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം 150 ഇപ്പൊ എത്ര ചാർജ്? 250 കുറഞ്ഞ റേറ്റ്. അതെന്താ കുറഞ്ഞ ഖുർആൻ ഓതുന്നതിനാണ് 250. വലിയ കത്ത ഓതിയ 500 രൂപ കൊടുക്കുമായിരുന്നു. കൊച്ചു കത്ത ഓതിയ 250 രൂപ. എന്തിനാ കത്ത ഓദിക്കുന്നത്? അന്വേഷിച്ച് നടക്കുന്നത്. അത്താത്ത് കത്ത ഓതാൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിച്ച് 250 രൂപ കൊടുത്തോ? എന്നെ തന്നെ ഏൽപ്പിച്ചെന്ന് കൂട്ടിക്കോളി 500 രൂപ വന്ന് കത്ത ഓതാൻ വേണ്ടി. കത്ത ഓതിയതിന്റെ 500 രൂപ കൂലി ഞാൻ മേടിച്ചു. പിന്നെ എന്താ നിങ്ങൾ അത്താക്ക് കൊടുക്കുന്നത്? ഞാൻ ഓതിയ കത്തത്തിന്റെ 500 രൂപ കൂലി ഞാൻ വാങ്ങിച്ചു. ഇനി നിങ്ങൾ അത്താക്കത്ത് കൊടുക്കും. ഒരാളെ കാലത്തെ പണിയാൻ വിളിച്ചു, പറമ്പില് കപ്പയ്ക്ക് ഇട കളിക്കാൻ വേണ്ടി വിളിച്ചു. അയാൾ കാലത്തെ മുതൽ കപ്പയ്ക്ക് ഇട കളിച്ച് വൈകുന്നേരമായി 4 മണിയായപ്പോൾ പോകാൻ നേരത്തെ അയാൾക്ക് 200 രൂപ കൂലിയാണ്. അയാൾ 200 രൂപ കൂലി ചോദിച്ചു കൊടുത്തു വിട്ട് കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങിപ്പോയി കടയിൽ പോയപ്പോൾ ഒരാൾ ഒരു സാധുവിനൊരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു. ഇയാൾക്ക് എന്തോ ചോദിച്ചു പറഞ്ഞ കാര്യം ചെയ്യും, ഞാൻ അവിടെ കപ്പക്കടകളൊക്കെ അതിന് പണിയാൻ പോയിരുന്നു, 200 രൂപ എന്റെ കൂലി, നീ പോയി അങ്ങനെ എടുത്തേക്കുള്ളൂ. കിട്ടുമോ? വീട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞേക്ക് പോയി കൂലി മേടിച്ചുകൊണ്ട് പോയപ്പം അതെ എന്റെ അയൽപക്കത്തിൽ പാവപ്പെട്ട ഒരു സാധുവായ മനുഷ്യനുണ്ട്, അയാൾക്ക് നിവൃത്തിയൊന്നുമില്ല, ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കേട്ടോ, വരുമ്പം ഇന്നത്തെ പണിക്കൂലി അയാൾക്ക് കൊടുത്തേരാട്ടോ. കൊടുക്കൂ. ഒരു പണിക്ക് 2 കൂലിയുണ്ടോ? 500 രൂപ കപ്പത്തിന്റെ കൂലി ഞാൻ മേടിച്ചു, പിന്നെ നിങ്ങളുടെ അത്താക്കൊണ്ട് കൊടുക്കും. അള്ളാഹുവിന്റെ അടുത്ത് പറയണെന്തോ? ഞാൻ ഓതിയതിന്റെ സവാബ് ഇന്ന ആൾക്ക് എത്തിച്ചു കൊടുത്തേക്കണേ. ഇന്ന ആളുടെ അത്താക്ക് ഞാൻ ഓതിയതിന്റെ കൂലി കൊടുത്തരുന്നു. സവാബ് കൊടുക്കാൻ പറഞ്ഞാൽ അള്ളാഹു കൊടുക്കാൻ പറഞ്ഞാൽ നീ മേടിച്ചിന്റെ കൂലി 500 രൂപ, പിന്നെ ഇനി എങ്ങനെ ഞാൻ കൂലി കൊടുക്കണമെന്ന് അള്ളാഹ് ചോദിക്കും. ഒരു പ്രാവശ്യം കൂലി മേടിച്ചു പോയാൽ 2ാമത് കൂലിയില്ല. മാത്രമല്ല ഖുർആൻ ഓതിയിട്ട് ദുന്യാവിന്റെ കൂലി ആരെങ്കിലും മേടിച്ചാൽ പിന്നെ ആഖിറത്തിൽ അവനക്ക് ഓതിയതിന്റെ കൂലി പോലും ഇല്ല. പിന്നെ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും, അവനക്ക് പോലും കിട്ടൂല ഓതിയതിന്റെ കൂലി. 500 രൂപ മേടിച്ചിട്ട് കത്ത് ഓതിയ ഖുർആൻ ശരീഫ് ഓതിയതിന്റെ കൂലി എനിക്കും കിട്ടൂല. പിന്നെ എങ്ങനെ ഞാൻ വേറെ ആൾക്കാരുടെ കൂലി കൊടുക്കുക? അവരവർ ഓതാൻ പഠിച്ചാൽ ഓതിയ കൂലി കിട്ടും. ഞാൻ ഓതിയ കൂലി കിട്ടും. എങ്ങനെ ഓതണമെന്നറിയാവോ? ഞാൻ ഓതുന്നത് മരണപ്പെട്ടു പോയ ആൾക്ക് പഠിച്ചവനെ സവാബ് കിട്ടണം, അതുകൊണ്ട് അവർക്ക് കൂലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഓതുന്നു. എനിക്കതിനോട് വിഷമമുണ്ട്. എന്റെ സ്നേഹിതന്റെ, എന്റെ ബന്ധുവിന്റെ, എന്റെ കൂട്ടുകാരന്റെ, അല്ലെങ്കിൽ എന്നോട് നല്ല നിലയിൽ ദുആ ചെയ്യാൻ പറഞ്ഞ ആളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അയാളുടെ മരിച്ചുപോയ ബന്ധുവിന് കൂലി കിട്ടണമെന്നുള്ള അതേ ആഗ്രഹത്തിൽ മാത്രം ഞാൻ ഖുർആൻ ഓതിയാൽ ആ ഖുർആനിന്റെ പ്രതിഫലവും എനിക്കുണ്ട്. അല്ലാഹുവിനോട് പഠിച്ചവനെ ഈ ഓതിയതിന്റെ പ്രതിഫലം അയാളുടെ അവരിൽ എത്തിച്ചു കൊടുക്കണമെന്ന് ദുആ ചെയ്താൽ കിട്ടും. നമ്മളൊക്കെ പള്ളിയിൽ സാധാരണ യാസീനൊക്കെ ഓതി ദുആ ചെയ്യാറില്ലേ? കിട്ടും. ആരെങ്കിലും കാശ് പഠിക്കാറുണ്ടോ? ആർക്കെങ്കിലും കാശ് കൊടുക്കാറുണ്ടോ? കാശ് ചോദിക്കാറുണ്ടോ? ഖുർആൻ ശരീഫ് ഓതിയ കൂലി കിട്ടും. അങ്ങനെ ഓതണം. അങ്ങനെ ഓതിയ സവാബ് കിട്ടും. ഇനി ഓതി ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓതാൻ, വേറൊരാളെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ഓദിച്ചു, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു ദുആ ചെയ്യണം ഓതണമെന്ന് അയാൾ ഓതി ദുആ ചെയ്തു, അയാൾ പോയി. പക്ഷെ അയാൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ അയാൾക്ക് എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടി, ഇതിന്റെ പേരിലല്ല, സന്തോഷത്തിന്റെ പേരിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും വല്ല ഹദിയായ വല്ലതും കൊടുത്താൽ കുഴപ്പമില്ല. അതിന്റെ പ്രതിഫലവും കൂടി ഈ മരിച്ചയാൾക്ക് കിട്ടാനുള്ള ഉദ്ദേശത്തിൽ കൊടുക്കണം. ഓതിയതിന്റെ കൂലിയായിട്ട് കൊടുക്കണം. അത് ചെയ്തോളൂ. അതിന് വിരോധമില്ല, കുഴപ്പമുണ്ട്. രക്ഷമുണ്ട്. ദീനിൽ ഒരു കാര്യത്തിന് ഒരു കുഴപ്പവുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നേരായ വഴിയുമുണ്ട്, വളഞ്ഞ വഴിയുമുണ്ട്. വളഞ്ഞ വഴി ചെയ്താൽ നമുക്ക് നഷ്ടം വരും, നേരായ വഴി ചെയ്താൽ എല്ലാവർക്കും ഫലമാണ്.
ഇപ്പൊ ആര് വിളിച്ച് ഓദിച്ചോ അവർ ചെയ്ത ദുആയുടെയും ഖുർആനിന്റെയും പ്രതിഫലം മരിച്ചവർക്ക് കിട്ടി, ഓതിയവർക്ക് ഓതിയതിന്റെ പ്രതിഫലവും കിട്ടി. നമ്മൾ ആർക്കെങ്കിലും സാധുവാണോ വന്ന് ഓതി ആറ് പാവപ്പെട്ട ആളാണ്, നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അതിന്റെ കൂട്ടത്തിൽ സദക്ക കൊടുത്തേക്ക്. ഈ സദക്കായുടെ പ്രതിഫലവും മരിച്ചവർക്ക് കിട്ടും, ഓതി ആൾക്ക് ഉപകാരവുമാകും. പക്ഷെ കൂലിയായിട്ട് കൊടുക്കും. വാങ്ങിക്കുന്നവനും വിചാരിക്കരുത് ഞാനിത് കൂലിയായിട്ട് വാങ്ങിച്ചതാണെന്ന്, ഓതുന്നവനും ഓദിക്കുന്നവനും വിചാരിക്കരുത് കൂലിയായിട്ട് കൊടുത്തതാണെന്ന്. 250 രൂപ നടപ്പിലുള്ള സമയത്ത് കത്ത് ഓതിയന് 200 രൂപയെ ഉള്ള വീട്ടിൽ നിന്ന് കൊടുത്തുള്ളൂ. ഇപ്പൊ 200 രൂപയ്ക്കൊന്നും ആരും കത്ത് ഓതൂല. 250 രൂപ കുറഞ്ഞ ചാർജ്. അതുകൊണ്ട് 50 രൂപ എടുത്താന്ന് പറഞ്ഞ് മേടിച്ചാൽ മനസ്സിലായി അയാൾ ഓതിയത്. അപ്പൊ അതിന്റെ കൂലി ഏതായാലും നമ്മുടെ അത്താബി കിട്ടൂല എന്ന് മനസ്സിലാക്കി വേറെ ആർക്കുണ്ടെങ്കിലും പിന്നെ ഓതി കൊടുക്കുന്ന ആൾക്ക് ഉദ്ദേശമുണ്ട്. 250 രൂപ സാധാരണ ചാർജാണ്. ഇയാളെ വിളിച്ചുകൊണ്ട് അയാൾ ദൂരെ നിന്ന് വന്നതല്ലേ, അപ്പൊ 250 രൂപ കൊടുത്താൽ വണ്ടിക്കൂലിയൊക്കെ കയ്യിൽ ചെലവാക്കിയിട്ട് പ്രയാസം തോന്നുമായിരിക്കും എന്ന് ഏതായാലും ഒരു 350 രൂപ കൊടുത്തേക്ക് 100 രൂപ കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വണ്ടിക്കൂലിയും കൂടെ കൂടി ചേർത്ത് കൂലിയായിട്ട് 350 രൂപ എന്നുള്ള കണക്കിൽ നമ്മൾ കൊടുത്താൽ മനസ്സിലായി കൊടുത്തവൻ കൂലിയായിട്ടാണ് കൊടുത്തത് കൂലിയായിട്ടാണ് കൊടുത്തത്. അതുപോലെ ആഹാരം വെച്ച് കൊടുക്കുന്നു. ചില ആളുകളുണ്ട് വർഷം മുഴുവനും പള്ളിയിലെ ഇമാമോ മുഅല്ലിമോ മുസ്ലിയാരോ നിൽക്കും, ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കൂല. അത്ത മരിച്ചു പോയി കഴിഞ്ഞ് 40ന്റെ ഒന്നോ ആണ്ടുകത്തവോ നടത്തുമ്പോൾ അല്ലെങ്കിൽ നോമ്പ് കത്ത നടത്തുമ്പോൾ പിടിച്ചോണ്ട് വരും മുസ്ലിയാര്. എന്നിട്ട് നല്ല വിശാലമായിട്ട് ആഹാരം കൊടുക്കും, ഇഷ്ടംപോലെ തീറ്റിക്കും. ഇപ്പൊ മനസ്സിലായി ഇവൻ ഈ തീറ്റ കൊടുക്കുന്നത് ഓതിയതിന്റെ കൂലിയായിട്ടാണ്. വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ ആഹാരമോ ഇല്ലെങ്കിൽ മദ്രസയിൽ ആഹാരമില്ല ഒന്ന് അന്വേഷിച്ചു, ഇല്ലെങ്കിൽ മുസ്ലിയാരെ മോലിമിനെ കണ്ടു, ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു, ആ സമയത്ത് അവർ ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി, ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തു, ഇല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ വാഴ കുറച്ചു, വീട്ടില് കൊല വെട്ടി പഴമല്ല ഇരിക്കുന്നു തിന്നോണ്ടിരിക്കുന്നു, നിസ്കരിക്കാൻ സാധാരണ വരുന്നതാണോ മോലിമിനെ കാണുന്ന ആളാണ്, ശരി ഉസ്താദിനും കൊണ്ടേ കൊടുത്തേക്കാൻ 2-3 പഴം എന്ന് പറഞ്ഞ് വല്ലപ്പോഴും കൊണ്ടുവന്ന് കൊടുക്കുന്ന പതിവുണ്ട്. ഇങ്ങനത്തെ ആളാണ് നിങ്ങൾക്ക് വിളിച്ച് ആഹാരം തന്നതെങ്കിൽ മനസ്സിലാക്കിക്കോളി ആ പതിവനുസരിച്ച് സാധാരണ നിലയിൽ കിട്ടിയ ആഹാരമാണ്. അല്ല ആണ്ടുകളിക്ക് നോമ്പ് ഘട്ടത്തിന് വേണ്ടി മാത്രമാണോ തരുന്നത്, ഓതിയതിന്റെ കൂലിയാണ്. ഇത് അവസരോചിതമായ നിലയിൽ നമുക്ക് നോക്കിയും കണ്ടും അനുഭവത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കൂലിക്ക് ഖുർആൻ ശരീഫ് ഓതിയാൽ അതിന്റെ കൂലി ആർക്കും വേറെ രണ്ടാമത് കിട്ടില്ല. ഒന്ന് കൂലി വാങ്ങിച്ചാൽ പിന്നെ രണ്ടാമത് കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ദുആ ചെയ്യുന്നവർക്ക് വല്ലതും കൊടുക്കണമെങ്കിൽ കൊടുത്തോളി, വാങ്ങിക്കേണ്ടവർ വാങ്ങിത്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ രീതി ഇങ്ങനെയായിരിക്കും. കൂലിയാക്കി കളയരുത്, കൂലിക്ക് വേണ്ടി ഓതരുത്. ദുആ ചെയ്യുന്നതിന് കാശ് കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുക, കാശ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക, ഇത് രണ്ടും പാടില്ല. ദുആ ചെയ്തു എന്തെങ്കിലും മതിയായ സുഖക്കായ കിട്ടി വാങ്ങിച്ചോളി, കിട്ടുമെങ്കിൽ കുഴപ്പമില്ല, കൊടുത്തോളീൻ അവർക്ക് സന്തോഷത്തിന് വേണ്ടി, അതിനും വിരോധമില്ല. അപ്പൊ തീർന്നില്ലേ പ്രശ്നം? അല്ലാഹു തആല നേരായ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ ഇതിന്റെ എല്ലാത്തിനേക്കാളും ഏറ്റവും ഉത്തമമായ കാര്യം അത്ത മരിച്ചാൽ അത്താക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മക്കളായി. അമ്മ മരിച്ചാൽ മക്കൾ ദുആ ചെയ്യണം, സഹോദരൻ മരിച്ചാൽ സഹോദരങ്ങൾ ദുആ ചെയ്യണം, സ്നേഹിതൻ മരിച്ചാൽ സ്നേഹിതന്മാർ ദുആ ചെയ്യണം. എന്റെ അത്ത മരിച്ചു കിടക്കുന്നു, ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച എന്റെ അത്തായുമായിട്ട് അയാൾക്കൊരു ബന്ധവുമില്ല. എന്റെ അത്ത സ്വർഗത്തിൽ പോയാലും അയാൾക്കൊന്ന് തന്നെ, നരകത്തിൽ പോയാലും ഒന്ന്. ആഖിറത്തിൽ രക്ഷപ്പെട്ടാലും ശരി, രക്ഷപ്പെട്ടില്ലെങ്കിലും ശരി, ഏൽപ്പിച്ച ജോലി തീർത്തിട്ട് അയാൾ പോകും. അതേസമയത്ത് എന്റെ അത്ത മരിച്ചു കിടക്കുന്നു, ഞാനാ ദുആ ചെയ്യുന്നതെങ്കിലോ അപ്പൊ പടച്ചവനെടുത്ത് പറയും, പടച്ചവനെ എന്നെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചുമന്ന് തലയിലും മുതുകത്തും കയറ്റി ചുമടെടുത്ത് മലയിൽ കയറി എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കി ഇത്രയും വളർത്തി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം മുഴുവനും മാറ്റിവെച്ച എന്റെ അത്തായ പടച്ചവനെ ഈ മരിച്ചു കിടക്കുന്നത് എനിക്ക് തിരിച്ചു ഉപകാരം ഒന്നും ചെയ്യാൻ പറ്റുക, നിന്നെ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ പടച്ചവനെ. അതുകൊണ്ട് ഈ അത്തായുടെ ആഖിറത്തിന്റെ കാര്യം നീ വിജയിപ്പിച്ചു കൊടുക്കണം, കബറിൽ പ്രകാശം കൊടുക്കണം, കബറ് വിശാലമാക്കി കൊടുക്കണേ പടച്ചവനെ, സ്വർഗം കൊടുക്കണേ, പാവങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അതോ വേറൊരാൾ ദുആ ചെയ്താലോ? അയാൾക്ക് വല്ല ബന്ധം ഉണ്ടെങ്കിൽ ശരിയാ, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ ശരിയാ. 2 സ്നേഹിതന്മാര് ബന്ധം കുടുംബബന്ധമൊന്നുമില്ല, പക്ഷെ അടുത്ത ബന്ധം 2 സ്നേഹിതന്മാരായിരുന്നു. ഒരാൾ മരിച്ചുപോയി, വേറൊരാൾ അല്ലാഹുവിനടുത്ത് ദുആ ചെയ്താൽ വിഷമത്തോടെ ദുആ ചെയ്യുള്ളൂ, അല്ലാഹു തആല അത് സ്വീകരിക്കും. മനസ്സിൽ നിന്ന് വരുന്ന ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക, മനസ്സിൽ ചിന്തയില്ലാതെ വരുന്ന ദുആ സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു ദുആഅൻ മിൻ ഖൽബിൻ ലാഹി, അല്ലാഹു തആല സ്വീകരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കും, ഖുർആൻ ശരിയായിട്ട് പഠിക്കും. ഖുർആൻ പഠിച്ചെങ്കിലേ
നമുക്കും പ്രയോജനമുള്ളൂ, നമ്മളുടെ പരമ്പരകൾക്കും പ്രയോജനമുള്ളൂ. ഖുർആൻ ശരിയായ നിലയിൽ ഉച്ചരിക്കാനും ഓതാനും നിയമപ്രകാരം പഠിച്ചെങ്കിലേ ഉള്ളൂ നമ്മളുടെ നമസ്കാരങ്ങളും ശരിയാവുകയുള്ളൂ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ ശരീഫ് സ്വന്തം ഓതി പഠിക്കാനും നമ്മളുടെ മക്കളെ പഠിപ്പിക്കാനും അങ്ങനെ പഠിച്ച ഖുർആൻ നമ്മളുടെയൊക്കെ വീടുകളിൽ ഓതാനും മക്കളെ കൊണ്ട് ഓദിക്കാനും നമ്മളുടെ വീടുകളിൽ വൈകുന്നേര സമയങ്ങളിലെല്ലാം ഈ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ഖുർആൻ ശരീഫ് ഓതുകയും ഒക്കെ ചെയ്യുന്ന, കേൾക്കുകയും ചെയ്യുന്ന പതിവുണ്ടാക്കിയെടുക്കുകയും ഖുർആൻ ശരീഫ് ഖുർആനിന്റെ മര്യാദയോട് കൂടി നമ്മൾ പാലിക്കും. സാധാരണ നിലയിൽ നമുക്ക് ഈ ഖുർആനിന്റെ സ്പീക്കർ, കലണ്ടർ, ഖുർആൻ എഴുതിയ തടിയുടെയോ മറ്റു സാധനങ്ങളോ ഒക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിന്റെ മതിലെ തൂക്കും, വണ്ടിയിൽ കെട്ടിത്തൂക്കിയിടും. യാത്രയുടെ ദുആ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതുപോലെ തന്നെ ആയത്തുൽ കുർസി, സൂറത്തുർ റഹ്മാൻ, യാസീൻ ഒക്കെ കലണ്ടറിൽ വലിയ യാസീൻ എന്ന് എഴുതിയിട്ട് അതിന്റെ അകത്ത് ചെറുതായിട്ട് മുഴുവൻ ഇതൊക്കെ കലണ്ടറൊക്കെ കൊണ്ടുവന്ന് മതിലെ തൂക്കും. വലിയ ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ ഈ തുണിയിൽ ആയത്തുൽ കുർസി എഴുതി വെച്ചേക്കുന്നത് കൊണ്ടുവന്ന് മതിലയിൽ തൂക്കും, എവിടെയെങ്കിലും വെച്ചേക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറ്. ഇത് ഖുർആനിനോട് ചെയ്യുന്ന അവഹേളനമാണ്. നേരെ പറഞ്ഞ എന്താ കാരണം? ഖുർആൻ ശരീഫ് വുദു ഇല്ലാതെ തൊടാൻ പാടില്ല. ഖുർആൻ ശരീഫ് വുദു ഇല്ലാതെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 30 ജുസുകളുടെ മുസ്ഹഫ് പള്ളിയിലിരിക്കുന്നു, വീട്ടിലിരിക്കുന്നു, 15 ജുസുകളുടെ മുസ്ഹഫ് ഇരിക്കുന്നു, ഇതെല്ലാം തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഖുർആൻ ശരീഫിന്റെ ഒരായത്ത് പോലും എഴുതി വെച്ചേക്കുന്ന കടലാസ് വുദു ഇല്ലാതെ തൊടാൻ പാടില്ല. കടലാസോ അതുപോലത്തെ ഏത് സാധനമാണെങ്കിലും വണ്ടിയിൽ നമ്മൾ കെട്ടിത്തൂക്കിയിട്ടേക്കും. വണ്ടിയിൽ കയറുന്ന ആളുകൾ മുഴുവനും അത് പിടിച്ചു നോക്കും. വണ്ടിയിൽ കയറുന്ന ആളുകൾ ചിലപ്പോ മുസ്ലിമായിരിക്കും, ചിലപ്പോ കാഫറായിരിക്കും. മുസ്ലിം ആണെങ്കിൽ ഉദു കണ്ടോളണമെന്നില്ല, ഉദുവോട് കൂടിയാണ് എല്ലാവരും വണ്ടിയിൽ കയറുന്നത്. ഇല്ല, ഇനി നമ്മുടെ സ്വന്തം ഉപയോഗിക്കുന്ന വണ്ടിയാണ്, ആ സമയത്താണ് നമ്മൾ ഈ വണ്ടിയിൽ പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ ആണും കാണും പെണ്ണും കാണും. പെണ്ണുങ്ങളിലേക്ക് കയറി മുമ്പിൽ ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി വിളിച്ചോണ്ട് പോകും. ഈ ആയത്തിൽ കുറിച്ച് എഴുതിയേക്കുന്നത് തുടങ്ങുന്നതിൽ പെണ്ണെന്നായിരിക്കും. ഉദു കാണുമോ? ചിലപ്പോൾ പെണ്ണ് ശുദ്ധിയില്ലാത്ത സമയത്തായിരിക്കും, മെൻസസിന്റെ സമയത്തായിരിക്കും, അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സമയത്തായിരിക്കും, ഇല്ലെങ്കിൽ അതുപോലെ ശുദ്ധിയില്ലാത്ത ഏതെങ്കിലും സമയത്തായിരിക്കും. അവരിത് കറങ്ങുന്നത് കാണുമ്പോൾ നോക്കാൻ വേണ്ടി തൊട്ട് നോക്കും. അതിനകത്ത് കൈകൊണ്ട് ഹറാമാണ്, ഹറാമാണ്. മനഃപൂർവ്വം ഖുർആനിനെ ഈ നിലയിൽ തൊട്ട് അവഹേളിക്കുന്നത് അവന്റെ ഈമാൻ തന്നെ അപകടത്തിലാകുന്ന കാര്യം. അതുപോലെ മതിലൊരു കലണ്ടർ തൂക്കിയിരിക്കും. പെണ്ണുങ്ങൾ ചൂലും കൊണ്ട് നടന്ന് പെരയെല്ലാം തൂക്കും. തൂത്തിട്ട് അവിടെയെല്ലാം വലയെല്ലാം കെട്ടിയിരിക്കുന്നു, പ്രാണിയൊക്കെ ഉണ്ട്, വലയിൽ തൂക്കും. വലയിൽ തൂക്കുമ്പോൾ ഈ കലണ്ടറിന്റെ മുകളിൽ കൂടി ആ ചൂല് കൊണ്ട് തൂക്കുന്നത്. ഖുർആൻ ശരീഫിനെ ചൂല് കൊണ്ടടിക്കുന്നു. തറ തൂക്കുന്ന ചൂല് നമ്മുടെ ആരുടെയെങ്കിലും മുഖത്ത് വെച്ച് തൂത്താൽ നമ്മൾ സമ്മതിക്കുമോ? മുഖത്ത് വേണ്ട, ആഹാരം കഴിക്കുന്ന മേശ വന്ന് തൂത്താൽ മതി, നമ്മൾ വഴക്കുണ്ടാക്കും. പക്ഷെ ഖുർആനിനെ ഈ ചൂല് കൊണ്ട്, തറ തൂക്കുന്ന ചൂല് കൊണ്ട് തൂക്കാൻ ഒരു മടിയില്ല. ചെയ്യൂലേ? ഖുർആനിനെ അവഹേളിക്കലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ പരിപാടിയെല്ലാം ഒഴിവാക്കി. ഇതൊക്കെ ഖുർആൻ ശരീഫിനോട് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലുള്ള മഹത്വങ്ങൾ ഇല്ലാതെയാക്കി ഖുർആനിനെ സ്വയം അവഹേളിക്കുന്നവരാക്കി തീർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗങ്ങളാണ്. നമ്മളത് വിചാരിച്ചിരിക്കുന്ന ഇതെല്ലാം നല്ല ആൾക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നല്ല ആൾക്കാർക്ക് ഇതിനകത്ത് യാതൊരു കയ്യുമില്ല, ഒരു അവകാശവുമില്ല, അവർക്ക് ഇതിനകത്തൊരു കൈകടത്തലുമില്ല. ഇതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ഖുർആനിനെ നമ്മൾ സ്വയം അവഹേളിക്കുന്നവരായി ആക്കി തീർക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കി തന്നേക്കുന്ന ഒരു മാർഗങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം. ഖുർആൻ ശരീഫ്, ഖുർആൻ എഴുതിയത്, ഖുർആനിന്റെ ആയത്തുകൾ എഴുതിയ കലണ്ടർ, സ്റ്റിക്കർ, ഇതുപോലത്തെ സാധനങ്ങൾ മുഴുവനും വളരെ വീട്ടിൽ വെച്ചാൽ സൂക്ഷിച്ചു വെക്കണം. ഒട്ടിച്ചു വെച്ചാൽ ഭദ്രമായി ആരും അതിൽ തൊടാത്ത തരത്തിൽ, ചൂരിട്ടടിക്കാത്ത തരത്തിൽ ഭദ്രമായിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കണം. അതിനെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. വുദു ഇല്ലാതെ ഖുർആൻ തുടരുത്. ഒരു പുസ്തകമാണ്, ഒരു മാസികയാണ്, ഒരു പത്രമാണ്. ഖുർആനിന്റെ ആയത്ത് എഴുതിയിരുന്നു. പത്രത്തിൽ മുഴുവനും വേറെ കാര്യമാണുള്ളത്, മാസികയിൽ മുഴുവനും വേറെയാണുള്ളത്. സാധാരണ ഇപ്പൊ നടക്കാറുള്ള ഒരു കാര്യമാണ്, കല്യാണത്തിൽ കത്തടിക്കില്ല. കല്യാണം കത്തടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുകളിലേക്ക് വലിയ അന്തസ്സായിട്ട് നല്ല ഈമാനുള്ള ആൾക്കാരുടെ കല്യാണം കത്തായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ വലിയ ദീനുള്ളവരാണ്, ഞങ്ങൾ വലിയ ദീനനുസരിച്ച് ജീവിക്കുന്ന ദീനുള്ള കുടുംബമാണെന്ന് അറിയിക്കാൻ വേണ്ടി കത്തെഴുതുമ്പോൾ ജനിച്ചവനെ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ആ വീട്ടിലെ ദീൻ എന്താണെന്ന് കടന്നിട്ട് പോലും ഉണ്ടാവില്ല. കെട്ടിക്കാൻ പോകുന്ന പെണ്ണാണെങ്കിൽ മാഷാ അല്ലാഹ്, കെട്ടാൻ തന്നെ ചെറുക്കനോ അവനക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ല. പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ മാർക്കും പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കാര്യം. ഇങ്ങനത്തെ ആളുകളാണ് കല്യാണത്തിന് കത്തടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തും കൂടെ മുകളിൽ വെക്കും. ഈ കല്യാണക്കത്ത് കൊണ്ടേ കൊടുക്കുന്ന ആർക്കൊക്കെയാ? എല്ലാ പരിചയക്കാർക്കും കൊണ്ടേ കൊടുക്കും. കല്യാണക്കത്ത് വായിച്ചു കഴിഞ്ഞിട്ട് എവിടെ ഇടും? ഷെൽഫിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെക്കും, അല്ലേ?
കല്യാണക്കത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു, വായിച്ച് തീർന്നപ്പോഴാണ് കൊച്ചു പിള്ളേർ ആരെങ്കിലും അടുക്കളയിൽ തൂറിയതെങ്കിൽ അതേ കടലാസ് കൊണ്ട് തന്നെ ചുരുട്ടിക്കൂട്ടി തീട്ടന്മാരി കൊണ്ട് കളയൂലേ? അതേ നല്ല ചെയ്യുള്ളൂ. കാരണം കല്യാണക്കത്ത് വായിച്ചു തീർന്ന് ഇനി ആവശ്യമില്ല. എന്തുകൊണ്ടാണ് വാരിയത് തീട്ടന്മാരിയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആനിന്റെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫറായി പോകാൻ വേറെ ഒന്നും വേണ്ട, ഇത് മതി. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ മലം തേച്ചവനാണ്. ഏതെങ്കിലും ഒരു പള്ളിയിലെ ഖുർആനിൽ ഏതെങ്കിലും വർഗീയവാദിയായ ഏതെങ്കിലും തീവ്രവാദിയായ ഹിന്ദു കയറി ചവിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കേരളം മുഴുവൻ ഇപ്പൊ ഇളകും. അങ്ങനെയൊന്ന് ചെയ്യണ്ട, പറഞ്ഞാ മതി. ഒന്ന് പറഞ്ഞ് 2 വാർത്ത വരച്ചാൽ മതി, കേരളം മുഴുവൻ ഇളകും. ഒരു 100 പേരെങ്കിലും അതിനു വേണ്ടി ചെയ്ത എവിടെയെങ്കിലും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാകും അറിയോ? ഈ റമദാൻ മാസത്തിൽ പിന്നെ വെളിയിൽ കാണാതെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരായ മുസ്ലിമീങ്ങൾ ജയിലിനകത്ത് പോകും, ഉണ്ടാവൂലേ? പക്ഷെ സ്വയം ചെയ്യുന്നുണ്ടോ? അതിനേക്കാൾ കടുത്ത പണി. ഖുർആൻ ശരീഫ് എഴുതിയ കടലാസ് കൊണ്ട് തീട്ടം വാരി, ആ വാരിയ ആള് കാഫിറായി. ഹറാമായ പണിയല്ല ചെയ്തത്. ഖുർആനെ അവഹേളിച്ചതിന്റെ പേരിൽ, ഖുർആനിൽ നജിസ് മലം വെച്ച് തേച്ചതിന്റെ പേരിൽ കാഫിറായി. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ സൂക്ഷിക്കും. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഖുർആൻ ഉപയോഗിക്കുന്നത്? കല്യാണ കത്തടിക്കും ബിസ്മില്ലാ എഴുതേണ്ട ഒരു കാര്യവുമില്ല ബിസ്മില്ലാ എഴുതുന്നത്. കാരണം കല്യാണത്തിൽ അള്ളാനെ മാറ്റി നിർത്തിയിട്ടുള്ള പണിയേ ഉള്ളൂ. അള്ളാനെയും റസൂലിനെയും മാറ്റി നിർത്തിയുള്ള പണിയേ ഉള്ളൂ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് കല്യാണത്തിന്. പിന്നെ എന്തിനാ നമ്മൾ ഈ കത്തടിക്കുമ്പോൾ മാത്രം ഒരു ബിസ്മില്ലാ അള്ളാനെ പേര് വയ്ക്കുന്നത്? അതുകൊണ്ട് വലിയ പറക്കത്തൊന്നും ഉണ്ടാകില്ല. കള്ളു കുടിക്കുമ്പോൾ ബിസ്മില്ലാ പറഞ്ഞിട്ട് കള്ളു കുടിച്ചാൽ സുന്നത്ത് കിട്ടുമോ? കുടിക്കുമ്പോൾ ബിസ്മില്ലാ പറയുന്നത് സുന്നത്താ. കള്ളു കുടിക്കാൻ നേരത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുടിച്ച് വയറ് നിറഞ്ഞൊരു അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനാ വസ്ഖി മൻ സഖാനാ അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. കൂട്ടുകാർ കൂടി കള്ളു കുടിച്ചിട്ട് കള്ളു വാങ്ങിച്ച് തന്നവർക്കും കൂടി ദുആ ചെയ്താൽ പ്രയോജനം വല്ലതുണ്ടോ? കള്ളും പന്നിയിറക്കി നിന്ന് വയറ് നിറഞ്ഞു പോകുമ്പോ അൽഹംദുലില്ലാഹില്ലദീ ഹുവ അസ്ബഅനാ വഅർവാനാ വഅന്നമ അലൈനാ വഅഫ്ദൽ സുന്നത്ത് കിട്ടുമോ? കാഫിറായി പോവും. ബിസ്മില്ലാ പറഞ്ഞ് മനഃപൂർവ്വം ബിസ്മില്ലാ പറഞ്ഞ് കള്ളു കുടിച്ച കാഫിറായി. പിന്നെ അവൻ തൗബ ചെയ്ത് കുളിച്ച് കലിമ പറഞ്ഞ് വന്നാലേ മുസ്ലിം ആകും.